Okay. So I believe, okay, ഷെയറിംഗ് സക്സസ് ആണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, റൈറ്റ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കയറാൻ പോവാണ്. സോ അതിന്റെ ഫസ്റ്റത്തെ പ്ലാൻ ആണ് ഹൗ ടു ഗിവ് എ എഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്ലാൻ. ഓക്കെ, വൈ പീപ്പിൾ സ്ട്രഗിൾസ് ടു പ്രോസ്പെക്ടിങ്. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ ഈ RCM ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ആ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ വളരെ ശബ്ദത്തിലും ഉച്ചയിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ട് മുമ്പിലുള്ള ആൾ എന്താവുന്നില്ല, കൺവിൻസ് ആവുന്നില്ല, നമ്മുടെ ബിസിനസ്സിലേക്ക് പെട്ടെന്ന് ജോയിൻ ആവുന്നില്ല. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഈസ് എൻ ഇൻഡസ്ട്രി ഓഫ് ഡ്രീംസ്. നമ്മളെ സ്വപ്നങ്ങളുടെ ഇൻഡസ്ട്രിയാണ്. കാരണം മറ്റൊരു ഇൻഡസ്ട്രിയിലും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ മാത്രമുള്ള ഇൻകം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമുള്ള ആരോഗ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പൊതുസേവനം, ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മുടെ RCM ബിസിനസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനുള്ള പവർ നമ്മുടെ RCM ബിസിനസ് ഉണ്ടെന്ന് നമുക്ക് ഓരോ ആളുകൾക്കും അറിയാം. RCM is the easiest and best option in India. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളിലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉള്ള കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ RCM ബിസിനസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ആർക്കും ഉണ്ടാവില്ല. RCM ഷോയിങ് ദ ബെസ്റ്റ് ഗ്രോത്ത് when comparing with any other industry. ഇന്ന് നമ്മൾ മറ്റേത് ഇൻഡസ്ട്രി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ എല്ലാ ഇൻഡസ്ട്രീനേക്കാളും കൂടുതൽ ഗ്രോത്ത്, ഈവൻ ടോട്ടൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിലാണ് നമ്മുടെ RCM ബിസിനസ് ഇന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് നമ്മുടെ ഈ പാൻഡമിക് സിറ്റുവേഷൻ, നമ്മൾ ഈ ഒരു കൊറോണ കാലഘട്ടം 2020 നോക്കിക്കഴിഞ്ഞാൽ ദ ഓൺലി ഇൻഡസ്ട്രി ഷോൺ ഗുഡ് ഗ്രോത്ത് ഇൻ ആൻഡ് ടേക്കൻ ടോപ്പ് 5 പൊസിഷൻ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം ഗ്രോത്ത് കാണിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ഏതൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എസെൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മാക്സിമം ആൾക്കാർ ഇത് പർച്ചേസ് കൂട്ടിയിട്ട് പണ്ടത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ പർച്ചേസ് തുടങ്ങി. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സെഗ്മെന്റ്, ഇതുവരെ ഇല്ലാത്ത ഹെൽത്തും നമ്മുടെ ന്യൂട്രിചാർജ് പോലുള്ള ഒരു സെഗ്മെന്റ് ഒരുപാട് പേര് പുതുതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. സോ അതിന്റെ ഒരു വലിയ ബൂം ഇന്ന് ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഫാമിംഗ് ആൻഡ് അഗ്രികൾച്ചർ, നമുക്ക് തീർച്ചയായും നമുക്ക് വളരെ അതിശയോക്തിയോട് കൂടി കാണേണ്ട കാര്യമാണ്. അഗ്രികൾച്ചർ ഏരിയ ഇന്ന് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ വലിയ ഒരു ഗ്രോത്ത് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ മീഡിയ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും കുട്ടികളൊക്കെ പഠിക്കുന്നതൊക്കെ മൊബൈലിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഈവൻ നമ്മളെല്ലാവരും സൂം മീറ്റിംഗ് ഇതിനു മുമ്പ് നമ്മളാരും ചെയ്തിട്ടില്ല. എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സൂം ഡൗൺലോഡ് ചെയ്യുന്നതും സൂം മീറ്റിംഗ് ചെയ്യുന്നതൊക്കെ. സോ ഈ ഒരു എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ മീഡിയ എഡ്യൂക്കേഷനും വലിയ തോതിൽ ഇപ്പൊ ഇന്ത്യയിൽ വലിയ മാർക്കറ്റ് ആയിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അഞ്ചാമത്തെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇതുവരെ ഇത്രയും അധികം ഗ്രോത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു ഗ്രോത്ത് ആണ് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത്. വെച്ചാൽ 2025 ആകുമ്പോഴേക്കും എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവുമെന്ന് 2015 കാലഘട്ടത്തിൽ പ്രഡിക്റ്റ് ചെയ്തോ ആ ഒരു ഗ്രോത്ത് 2020 നമ്മൾ കാണിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ RCM ബിസിനസ് മാത്രമല്ല, ടോട്ടലി ഈ ഇൻഡസ്ട്രി തന്നെ അന്നത്തെ പ്രഡിക്ഷൻസിനൊക്കെ കടത്തി വിട്ടിട്ട് 5 വർഷത്തിന് ശേഷം ഉണ്ടാവേണ്ട ഗ്രോത്ത് ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ ഈ ഇത്രയും ഇൻഡസ്ട്രികൾ നമുക്ക് ഏറ്റവും വലിയ ഗ്രോത്ത് ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ അഭിമാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസെൻഷ്യൽ പ്രൊഡക്റ്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഫാമിംഗ്, ഡിജിറ്റൽ മീഡിയ, എഡ്യൂക്കേഷൻ ആൻഡ് ഡയറക്ട് സെല്ലിംഗ്, ഈ പറഞ്ഞ ത്തിന്റെ ഒരു മിക്സ്ചറാണ് RCM ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു മിക്സ്ചർ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും ഉണ്ടാവില്ല. നമുക്ക് മാത്രം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് അല്ലാതെ കൂടെ ഗ്രോ ചെയ്യുന്ന എല്ലാ കമ്പനികളും എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ സാമഗ്രികളും എവിടെയുണ്ട്? നമ്മുടെ RCM എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിനകത്തുണ്ട്. സോ ഒരു തരത്തിലും നമ്മുടെ ഗ്രോത്ത് തടുക്കാനാവാത്ത ഒരു സെഗ്മെന്റിലാണ് നമ്മൾ ഓരോ ആളുകളും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ 60 to 70% പീപ്പിൾസ് ആർ സ്ട്രഗ്ലിംഗ് ഫോർ സെർച്ചിങ് ദ പ്രോസ്പെക്ട്. ഇത്രത്തോളം ഗുണങ്ങൾ ഉണ്ടായിട്ടും ഏറ്റവും അധികം ഗ്രോത്ത് കാണിച്ചിട്ടും ഇത്രയും നല്ല സെഗ്മെന്റ്സ് ഉണ്ടായിട്ടും ഇപ്പോഴും 60 തൊട്ട് 70% വരെ ആളുകളും ബുദ്ധിമുട്ടാണ്. എന്തിന്? ഒരു പുതിയൊരാളെ നമുക്ക് എങ്ങനെ ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിന്. അതിന്റെ ഏറ്റവും വലിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദ ആർട്ട് ഓഫ് കൺവിൻസിങ് ഇൻ ഡയറക്ട് സെല്ലിംഗ്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയാണിത്. ഈ കല പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം.
നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരുപാട് പഠന ഇപ്പൊ തുടങ്ങി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കോഴ്സ് പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. MBA നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും കർണാടക യൂണിവേഴ്സിറ്റിയിലും ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതിനെപ്പറ്റി എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സായി കാണുന്ന പല ആളുകളും ഇതിനെപ്പറ്റി പഠനം നടത്തുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള പഠന വ്യവസ്ഥ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ പോകുന്നത് MBA ഡയറക്ട് സെല്ലിംഗ് പോലുള്ള അത്തരം മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിവിഷനിലായിരിക്കുന്നു. ഇതിനെപ്പറ്റി ഇതൊരു ബിസിനസ്സായി കാണുന്നത്. കാരണം എഡ്യൂക്കേഷൻ 100% ഇപ്പൊ ഇന്ത്യയിൽ ഒരു ബിസിനസ് തന്നെയാണ്. സോ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പറ്റിയിട്ടുള്ള സിലബസുകൾ കമ്പനി ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഈ ഒരു സിലബസിനകത്തുള്ള നമുക്ക് എല്ലാവർക്കും പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരും ഇപ്പൊ ഇന്ന് പ്രോഗ്രാമിലുള്ള മുഴുവൻ വ്യക്തികളും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, 5 things to carry with you. നിങ്ങൾ ഒരാളടുത്ത് മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട 5 വസ്തുക്കൾ എന്തൊക്കെയാണ്, 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ചേ. ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്ത് മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾ വിചാരിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കരുതുക, എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുന്ന ആ 5 കാര്യങ്ങൾ എന്താന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കരുതി നോക്കൂ. ഒന്നാമത്തെ കാര്യം സെൽഫ് കോൺഫിഡൻസ്. നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല ആ ഒരു സാധനം. ആദ്യം വേണ്ടത് നമുക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഈ സാധനം നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ടൂൾസ് നമ്മുടെ കയ്യിൽ കൊണ്ടുപോയാലും നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ള എന്തൊക്കെ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ സാധിക്കില്ല. അതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. എനിക്കിത് വൃത്തിയിൽ കൊടുക്കാൻ സാധിക്കും, എനിക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിത് തലങ്ങും വിലങ്ങും പഠിച്ച് കൃത്യമായിട്ട് പറയാൻ നമുക്ക് അറിയുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വരും. രണ്ടാമത്തെ കാര്യം ഇന്റൻഷൻസ് ഓഫ് ബിസിനസ് പാർട്ണർഷിപ്പ്. നിങ്ങൾ ഒരു വ്യക്തിയെ കാണാൻ പോകുന്ന സമയത്ത്, ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഈ വ്യക്തിയാണ് എന്നെ ഒരു ഡയമണ്ട് പിറ്റിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയാൻ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ പോകുന്ന ഈ വ്യക്തിയെ ഞാനൊരു എന്റെ ബിസിനസിന്റെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ അദ്ദേഹത്തെ, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരാളെ നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വിശ്വാസം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുമോ, എത്രത്തോളം കാര്യങ്ങൾ എന്താ വെച്ചാൽ അദ്ദേഹത്തെ നമ്മൾ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ലെവലിൽ നിങ്ങൾ സംസാരിക്കുമോ അത്രത്തോളം ഒരു മാനസികമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. ഈ വ്യക്തിയെ, ഞാൻ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ പോകുന്ന ഈ വ്യക്തിയെ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിട്ട് എന്റെ ബിസിനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവാണ്, ഈ വ്യക്തിയാണ് എന്നെ സക്സസ് ആക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ നമ്മളിത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്താണെങ്കിലും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ പറ്റൂ. നമുക്ക് എന്ത് വേണം, ആ ഒരു വിശ്വാസം, ഇയാൾ എനിക്ക് കൂടെ വേണം എന്നുള്ള ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ വിശ്വാസം നമ്മുടെ കയ്യിൽ വേണം. മൂന്നാമത്തെ സ്മൈൽ. നമുക്ക് വേണ്ടി ചിരി നമുക്ക് വളരെ നിർബന്ധം. പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ വലിയ ആനക്കാര്യമാണോ തോന്നും, ബട്ട് വളരെ വളരെ ആനക്കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും വീട്ടിലും നാട്ടിലും ബിസിനസ് പരമായിട്ടും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു നല്ലൊരു ചിരി സമ്മാനിക്കാൻ പോലും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് പലപ്പോഴും പ്ലാൻ കൊടുക്കുന്ന സമയത്ത്, ഒരാളടുത്ത് പറയുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50% പണി അവിടെ കഴിയും. ഒരു 50% പണി അവിടെ തന്നെ തീർന്നു. കാരണം നമ്മളുടെ പ്രസന്റേഷനിൽ, നമ്മുടെ സ്മൈലിൽ തന്നെ പകുതി ആൾക്കാർ കൺവിൻസ് ആവും. ബട്ട് ആ സ്മൈൽ ഇല്ലാതെ നിങ്ങൾ എഫക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു പക്ഷേ അയാൾ കൺവിൻസ് ആയെന്ന് വരില്ല. സോ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് വളരെ ചിരിച്ച മുഖത്തോടു കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കാൻ. പിന്നെ വിശ്വാസം. തീർച്ചയായും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വരാൻ പോകുന്ന വ്യക്തി, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം ഈ ഒരു വ്യക്തി, ഒരുപാട് പേർക്ക് ഞാൻ പ്ലാൻ പ്രസന്റേഷൻ കൊടുത്തു, അവരാരും ഞാൻ പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. ബട്ട് ഇനിയിപ്പോ ഇയാളെ കാണുന്ന സമയത്ത് ഇയാളും ഇനിയിപ്പോ ജോയിൻ ചെയ്യലുണ്ടാവില്ല എന്നൊരു ഇതിൽ നിങ്ങൾ പോകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2035 വരെ നമുക്ക് സമയമുണ്ട്. വലിയ പിൻലെവലുകൾ, നമ്മൾ ചിന്തിക്കാത്ത പിൻലെവലുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. സോ ഇതൊന്നും നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് എക്യുപെടല്ല, എനിക്ക് 100% ഇതിനെപ്പറ്റി അറിയില്ല, അതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാലങ്ങളിൽ ഞാനാണ് ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇന്ന് RCM ബിസിനസ്സിൽ ഇല്ലാത്തൊരു പിൻലെവല് എനിക്ക് കിട്ടുമെന്നുള്ള ഫെയ്ത്തോടു കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് ഒരു വ്യക്തി അതിൽ നോ പറയാൻ വേണ്ടി വിചാരിച്ചൊരു വ്യക്തിയെ ചിരിച്ചുകൊണ്ട് യെസ്സിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ.
ആൻഡ് അഞ്ചാമത്തെ കാര്യം എപ്പോഴും നിങ്ങൾ നോക്കേണ്ടതെന്ന് പേഴ്സണൽ ഹൈജീൻ. നമ്മൾ അല്പം പോകുന്ന സമയത്ത് അല്പം വൃത്തിയിലും വെടിപ്പിലും പോവുക. കാരണം പല ആൾക്കാരും നമ്മൾ ശ്രദ്ധിക്കുമ്പം നോക്കാത്ത കാര്യമാണ്. കാരണം ഇപ്പം ഇത്ര വലിയ കാര്യമുണ്ട്, നമുക്ക് ഈ പ്ലാനല്ല കാര്യം. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു എന്നുള്ളതോ, നമ്മൾ വൃത്തിയിലാണോ പോകുന്നതെന്നുള്ളതോ, നമ്മൾ താടി പഠിച്ചിട്ടുണ്ടോ, ഷേവ് ചെയ്തിട്ടുണ്ടോ, വാട്ടവർ എന്ന് വെച്ചാൽ വൃത്തിയിൽ പോവുക എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ ഏത് ലുക്കിലാണോ, ലുക്കിൽ കാര്യമില്ല, ഭയങ്കര ബുദ്ധിയാണ് എന്ന് പറയാറുണ്ട് നമ്മൾ സിനിമയിൽ പറഞ്ഞ പോലെ. ബട്ട് സത്യം പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലുക്കിൽ ഭയങ്കര കാര്യമുണ്ട്. നമ്മൾ ഒരാൾ നല്ല വൃത്തിയിൽ നല്ല ഡ്രസ്സ് നല്ല നീറ്റായിട്ട് ഒരാളെടുത്ത് പോയിട്ട് നമ്മളൊരു തെറ്റായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തി കൺവിൻസ് ആവും. ബട്ട് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബട്ട് അയാളൊരു സാധാരണ ഒരു ഉള്ളിലിടുന്ന ഒരു ബനിയനും ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു കള്ളിത്തുണിയോ ഒരു ലുങ്കിയോ എടുത്തിട്ട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഒരു പക്ഷേ അവർക്ക് ഈ ബിസിനസിനെ പറ്റി അറിയാത്തത്. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ടോ, RCM ബിസിനസ് 20 വർഷം പഴക്കമുള്ള ഇൻഡസ്ട്രിയാണ്, ഇത്രയും ആൾക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി ആണെന്നുള്ള കാര്യം അവർക്കറിയില്ല. നമ്മളിത് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കാണിക്കുന്നത് തീർച്ചയായും നമ്മുടെ ലുക്കിലൂടെയാണ്, നമ്മുടെ പ്രസന്റേഷനിലൂടെയാണ്. സോ 100% ഒരു നല്ല ലുക്ക് കൂടി, നല്ലൊരു ഹൈജീൻ ആയിട്ട് നല്ല വൃത്തി ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ പോകുന്നു വീട്ടിലുള്ള കാര്യമില്ല. ബട്ട് 100% ആ വ്യക്തിക്ക് നിങ്ങളുടെ അക്സെപ്റ്റബിൾ ആവണമെങ്കിൽ നിങ്ങൾ നല്ല ഹൈജീൻ ആയിട്ടുള്ള ലുക്കിൽ വേണം മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. സോ ഈ 5 കാര്യങ്ങൾ വളരെ വളരെ എസെൻഷ്യൽ ആണ്. സോ ഈ നമ്മുടെ ആർട്ട് ഓഫ് കൺവിൻസിങ്, നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഈ കുറെ പടികൾ നിങ്ങൾക്ക് കാണാം. താഴെ നിന്ന് മേലെ വരെ 5 സ്റ്റെപ്പുകൾ നമുക്ക് കയറാനുണ്ട്. ഒന്നാമത്തത് ബിഫോർ മാർക്കറ്റിംഗ് പ്ലാൻ. നമ്മൾ മാർക്കറ്റിംഗ് പ്ലാന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് രണ്ടാമത്തത് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡിസ്കഷൻ, നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ളത്. മൂന്നാമത്തെയാണ് ഷോയിങ് പ്ലാൻ. പലപ്പോഴും നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കുന്നത് ഏറ്റവും അവസാനത്തെ പടി, ഫസ്റ്റത്തെ പരിപാടി തന്നെ ഷോയിങ് പ്ലാനായിരിക്കും. ഈ ഫസ്റ്റത്തെ ഈ 2 സംഭവം ബിഫോർ മീറ്റിംഗ്, നമ്മൾ ഒരാളെ കാണുന്നതിന് മുമ്പുള്ള പ്രിപ്പയർനെസ്സോ അല്ലെങ്കിൽ പ്ലാൻ കാണിക്കുന്നതിന് മുമ്പുള്ള ഡിസ്കഷനോ ഉണ്ടാവാറില്ല. നേരിട്ട് നമ്മൾ പോവുക മാർക്കറ്റിംഗ് പ്ലാനിലേക്കാണ്. നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല. അതിന് ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതോടുകൂടി തീരുന്നില്ല. മാർക്കറ്റിംഗ് പ്ലാൻ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം വിഷ്വലൈസേഷനാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എങ്ങനെ കാണിക്കും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ആൻഡ് അതോടും തീരുന്നില്ല. 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലിസ്റ്റ് പ്രിപ്പറേഷൻ. നമ്മൾ ഈ 5 സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് പ്ലാന് കൊടുക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാന് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ കയറാൻ നോക്കാം. ബിഫോർ മീറ്റിംഗ് ദ പ്രോസ്പെക്ട്. നമുക്കൊരു പ്രോസ്പെക്ടിനെ കാണാൻ പോകുന്നതിന് മുമ്പ്, മാർക്കറ്റിംഗ് പ്ലാന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓൾവേസ് ടേക്ക് ദ അപ്പോയിന്റ്മെന്റ്. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്ക്, ഞാൻ പറഞ്ഞു MBA മാർക്കറ്റിംഗിലുള്ളതാണെങ്കിൽ പോലും നമ്മുടെ 6 ബേസിക്സിലും 8 കോർ സ്റ്റെപ്പിലും 7 കർഡിനൽ റൂൾസിലും ഒക്കെ 100% പറയുന്ന കാര്യങ്ങൾ തന്നെയാണത്. ബട്ട് അത് അല്പം കൂടി ഒരു ഫോർമാറ്റിലാക്കി നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഒരു അല്പം കൂടി നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊന്നും പുതുതായിട്ട് ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം തന്നെ നമ്മുടെ RCM സിസ്റ്റത്തിലെ 6 ബേസിക്സിലും എന്താ പറയുക നമ്മുടെ 8 കോർ സ്റ്റെപ്പിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് NC സാർ പഠിപ്പിച്ചെന്ന കാര്യമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. RCM സിസ്റ്റത്തിൽ എന്താണ് ഉള്ളത് അത് മാത്രമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ MLM ഇൻഡസ്ട്രിയുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കോഴ്സിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ കാര്യം, ഓൾവേസ് ടേക്ക് ദ അപ്പോയിന്റ്മെന്റ്. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെ കാണാൻ പോകുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളത് ശീലമാക്കണം. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും, അത് എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും നമ്മൾ മാർക്കറ്റിംഗ് പ്ലാന് കൊടുക്കാൻ പോകുന്നത്. അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോണിലാണ് എടുക്കുന്നത് വെക്കാം, മേ ബി നേരിട്ട് പോയിട്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആദ്യം. കാരണം അവരെടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായ ഡീറ്റെയിൽസ് നിങ്ങൾ അവരെടുത്ത് പറയണം. ഷോ യുവർ എക്സൈറ്റ്മെന്റ്. നമ്മൾ എന്ത് കാര്യം പറയുന്ന സമയത്തും നമ്മുടെ എക്സൈറ്റ്മെന്റ് അവർക്ക് കാണിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അവർക്ക് പറയണം. വളരെ താഴ്ന്ന ശബ്ദം, വളരെ പതിഞ്ഞ ശബ്ദത്തോടു കൂടി നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിനോടും നമ്മുടെ ബിസിനസ്സിനോടും അവർക്ക് ആ ഒരു ലെവലിൽ അവർ കാണും. ഇത് അത്രയേ ഉള്ളൂ, അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാതെ പറയുന്ന എന്തോ ഒരു കാര്യമാണെന്ന് അവർക്ക് തോന്നും. സോ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അല്പം ഒച്ചയെടുത്ത് നല്ല എക്സൈറ്റ്മെന്റോട് കൂടി വേണം ഇവരടുത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ. ക്രിയേറ്റ് ക്യൂരിയോസിറ്റി. അവരുടെ മനസ്സിൽ എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. നമ്മൾ പറയുന്ന കാര്യം, ഈ സംഭവത്തിൽ എന്തോ ഉണ്ട്, നമുക്കത് ഒന്ന് കേൾക്കണം എനിക്കെന്നുള്ള ക്യൂരിയോസിറ്റി നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. ബെറ്റർ ടു ഗിവ് ടൈം ചോയ്സ് ഫ്രം യുവർ സൈഡ്. എപ്പോഴും നമ്മൾ എന്തൊക്കെ ബെറ്റർ അല്ല, 100% നിങ്ങൾ ടൈം ചോയ്സ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കണം. ഒരിക്കലും അവരെടുത്ത് പറയാൻ പാടില്ല നാളെ എത്ര മണിക്കാണ് സാറേ ഞാൻ വന്ന് കാണേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കരുത്.
പറയേണ്ട കാര്യം നാളെ 2 മണിക്ക് ഞാൻ വന്ന് കാണട്ടെ, അല്ലെങ്കിൽ നാളെ വൈകിട്ട് 6 മണിക്ക്, അപ്പൊ 2 മണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ടൈം ചോയ്സ് വീണ്ടും നിങ്ങൾ കൊടുക്കണം. വൈകുന്നേരം 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? സാറിന്റെ വർക്ക് എപ്പോഴാണ് തീരുക? എന്നാൽ പിന്നെ ഒരു 8 മണിക്ക് ശേഷം വരാം അല്ലേ? എപ്പോഴും ടൈം നമ്മൾ അങ്ങോട്ട് പറയണം. ഒരിക്കലും പുള്ളിയുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ ടൈം ചോയ്സ് വാങ്ങരുത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അത് നീട്ടാനും വലിക്കാനും പറ്റും. കാരണം നമ്മൾ അവർക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ടൈം നമ്മൾ അവർക്ക് കൊടുത്ത ചോയ്സ് വെച്ച് അവർ ചെയ്യും. ബട്ട് നമ്മളൊരു സമയം പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് തോന്നും അയാൾ എന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ കൊടുക്കാൻ വരുന്ന വ്യക്തിക്ക് ഈ സമയത്തായിരിക്കും ഫ്രീ, അതുകൊണ്ടാണ് അവർ ആ ടൈം പറയുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺവേ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടൈം നമുക്ക് വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊരു കോമൺ സെൻസ് ആണ്, ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആണ്. നമ്മളെപ്പോഴും ടൈം നമ്മൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കും ഓട്ടോമാറ്റിക്കലി വിചാരിക്കും അയാൾക്ക് ഫ്രീ അല്ല, നമ്മൾ ടൈം പറയുന്ന ആൾക്ക് ഫ്രീ ഉള്ള സമയം അതാണ്, അതുകൊണ്ടാണ് ആ ടൈം പറയുന്നത്. സോ അദ്ദേഹത്തിന് ആ ടൈം നമ്മൾ എന്തായാലും കാണണമെങ്കിൽ അദ്ദേഹത്തിന് ആ സമയം കൊടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ പറയുന്ന സമയത്തേക്ക് പുള്ളി അഡ്ജസ്റ്റ് ആവും. സോ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും ടൈം കൊടുക്കുക. സാർ ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു സമയം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് യു ക്യാൻ യൂസ് ഐഡിയാസ് ക്ലോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറയാം, നിങ്ങൾ കാര്യം പറയണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഗിമിക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാറിന് ലോണോ കാര്യങ്ങളോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് കാറിന്റെ ലോണോ അല്ലെങ്കിൽ ബൈക്കിന്റെ ലോണൊക്കെ വേണമെങ്കിൽ 0, സാർ ഇങ്ങോട്ടേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാണ്ട് സാറിന് ആ ലോൺ 100% കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ സാർ ഒരു കമ്പനിയിൽ നിന്ന് അടയ്ക്കുന്ന പോലെ ആ ഒരു ലോൺ പേയ്മെന്റ് മുഴുവനായിട്ട് തീർക്കുന്നത് പോലുള്ള പ്ലാൻ ഞങ്ങളുടെ അടുത്തുണ്ട്. സാർ അതിന് വേണ്ടി സാർ 5 പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് സാർ ചെയ്യേണ്ട. പല കമ്പനികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. അതെങ്ങനെയാണ് സാർ ഒന്ന് കേട്ട് നോക്കൂ. ഒരിക്കൽ കേട്ട് സാറിന് താല്പര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ഒരു നിമിഷം ചിന്തിക്കും. കാരണം ഇന്ന് ഡൗൺ പേയ്മെന്റ് ലോണോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല, എല്ലാ ആൾക്കാർക്കും ലോൺ ഉണ്ടാവും. സോ ഇത് കേൾക്കുന്നതിന് എന്താ ഒരു കാര്യം, കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കേൾക്കുന്നതിന് എന്താ, അറ്റ്ലീസ്റ്റ് അയാളെ ഒന്ന് അടിച്ച് നിങ്ങളെ പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം കാണണമെന്ന് ആ വ്യക്തി ഉറപ്പായിട്ട് മനസ്സിൽ വിചാരിക്കും, നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരാതിരിക്കില്ല. സോ ഇത്തരത്തിൽ നമ്മൾ ഒരാളെ വിളിച്ച് നമ്മൾ ഇതാക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, റെഡി ടൂൾസ് വിത്ത് യു. നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഇരിക്കണം. നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ബുക്ക് ഉണ്ടാവണം, കുറച്ച് പ്രൊഡക്റ്റിന്റെ ബ്രൗസേഴ്സ് ഉണ്ടാവണം. ഇപ്പോഴത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ വെറും പേപ്പറുകൾ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ്, നമ്മുടെ മൊബൈലിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഗൂഗിളിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ RCMന്റെ പ്രൊഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മോശമായ മഞ്ഞൾപ്പൊടി പിടിച്ചു, അല്ലെങ്കിൽ മുളക് പൊടി പിടിച്ചു, അതേപോലെ തന്നെ ഇപ്പം ഈസ്റ്റേണിന്റെ മറ്റേ മുളക് പൊടി പിടിച്ചിട്ടുള്ള സുഡാൻ കളർന്നിട്ടുള്ളത്, നമ്മുടെ മാഗിനൊക്കെ ലെഡ് കളർന്നിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ ഗൂഗിളിനകത്ത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മൊത്തം ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം ആളുകളെ അടുത്ത് നിന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതേപോലെ തന്നെ പല ആളുകളും പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഗുണം കിട്ടിയെന്ന് പറയുന്ന ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ കയ്യിൽ വെക്കണം. നിങ്ങൾ പല പേപ്പർ കട്ടിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതൊന്നും നമ്മൾ പറയുന്നത് കള്ളത്തരമല്ല, നാട്ടിൽ നടക്കുന്ന കാര്യമാണെന്ന് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എല്ലാ ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കാറുണ്ട്, എല്ലാ ആൾക്കാർക്കും സെർച്ച് ചെയ്യാൻ സാധിക്കും. ബട്ട് ഇത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ഇത് നോക്കൂ, അല്ലാത്ത ഗതിയിൽ ആരും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. സോ മാക്സിമം നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ അടുത്ത് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ടൂൾസ് ഫുൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ട് വെക്കണം. ബി പ്രൊഫഷണൽ ആൻഡ് വെൽ ഡ്രസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം പോകാൻ. നിങ്ങൾ എത്ര പരിചയമുള്ള ആളാണെങ്കിലും നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് അല്ലാതെ പോകരുത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല ടോട്ടൽ കമ്പനിയുടെ ഇമേജ് സ്പോയിൽ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ബിഹേവിയറോ നിങ്ങളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലോ ഒക്കെ കാരണമാകും. സോ എപ്പോഴും നിങ്ങൾ അതെപ്പോഴും നിൽക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് വൃത്തിയിൽ പോവുക, ഹൈജീൻ എപ്പോഴും നിങ്ങൾ നോക്കുക. നിങ്ങൾ സ്വയം വൃത്തിയിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം പോകാം. ഇന്ന ഡ്രസ്സ് തന്നെ ധരിക്കണമെന്നില്ല, കോട്ടും സൂട്ടും ടൈയും വേണമെന്ന് ഞാൻ പറയില്ല. ബട്ട് നിങ്ങളുടെ ഒരു ഹൈജീൻ ആളുകൾക്ക് തോന്നണം, അവർക്ക് മനസ്സിലാകും ഈ വ്യക്തി ഒരു വൃത്തിയുള്ള വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത് പോലെ വേണം നമ്മുടെ അടുത്ത് പോകാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ഇംപ്രഷൻ നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ഇംപ്രഷൻ. ബട്ട് ഇൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ RCM ബിസിനസ്സിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു വ്യക്തിയെ പോയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതേ വ്യക്തിയെ രണ്ടാമത് പോയിട്ട് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഓട്ടോമാറ്റിക്കലി അവർ പിന്നീട് ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ല, അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്ന് പറയും. സോ അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് ആദ്യത്തെ ഇംപ്രഷൻ എത്രയും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നിങ്ങൾ ചെയ്യണം.
ദ ഫസ്റ്റ് സ്റ്റെപ്പ് എൻഷുവേഴ്സ് 75% ഓഫ് യുവർ സക്സസ്. ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ 100% ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 75% ആ വ്യക്തി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് 75% നിങ്ങൾ പണി കഴിഞ്ഞു. ബാക്കി 25% പണിയാണ് ഇനി വരാൻ പോകുന്ന 4 സ്റ്റെപ്പിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ദ ഡിസ്കഷൻ. നമ്മൾ ആ വ്യക്തിയെ കാണാൻ പോകുന്ന സമയത്ത്, നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം, മേക്ക് ദ പ്രോസ്പെക്ട് കംഫർട്ടബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് നമ്മളത് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എപ്പോഴും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ. ഒരു തിരക്ക് പിടിച്ച റോഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എവിടേക്കും പോകുന്നതിൻ്റെ ഇടയ്ക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല, ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവില്ല. സോ എപ്പോഴും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആ പ്രോസ്പെക്ട് ഏറ്റവും കംഫർട്ടബിൾ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കാൻ. ഓൾവേസ് സ്റ്റാർട്ട് സംതിങ് വിത്ത് ഇംപ്രസീവ്. എപ്പോഴും നമുക്ക് ഒരു പ്രശംസ എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ലോകത്ത് ഒരു വ്യക്തിയുമില്ല. എപ്പോഴും എന്തെങ്കിലും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് വേണം നമ്മൾ തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരുമ്പോൾ, സംസാരിക്കുന്ന സമയത്ത് നല്ല എന്തെങ്കിലും കാര്യം അവരോട് പറയണം. വെച്ചാൽ സാറിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് അദ്ദേഹത്തിന് കൊടുക്കുക. ഓ സാറ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിലൊരു കോംപ്ലിമെന്റ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മേലെ ഒരു ഇഷ്ടം അവർക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. അത് ഏറ്റവും നോക്കേണ്ട കാര്യം, ഇല്ലാത്ത കാര്യം പറയരുത്. ഇപ്പൊ നിങ്ങളൊരു അവരുടെ വീട്ടിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ട, ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ നമ്മുടെ RCMന്റെ ന്യൂട്രിചാർജിന്റെ ഷേക്ക് ഉണ്ട്, ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ അതാ കഴിക്കുന്നത്, കാരണം അത് വളരെ ഗുണമുള്ള സാധനമാണ് എന്നൊക്കെ പറയുമ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മേലും എന്തായി ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് അത് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, നിങ്ങൾ അല്പം ഹെൽത്ത് കോൺഷ്യസ് ആണ്, നിങ്ങളുടെ ശരീരം കൃത്യമായി നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഇൻഡയറക്ട്ലി ഒരു മെസ്സേജ് കൊടുക്കുക. അത്തരത്തിൽ പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും നമുക്കൊരു പരിഗണന നമ്മൾ കൊടുക്കും, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് അവർ പറയും ചെരുപ്പിട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും, അല്ല കുഴപ്പമില്ല, അത് സാറില്ല, ഞാൻ ചെരുപ്പ് പുറത്ത് തന്നെ ഊരി വെക്കാം. എന്ന് വെച്ചാൽ ആളുകളെ ഇംപ്രസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ഇംപ്രസ് ചെയ്യാൻ എന്തൊക്കെ നിങ്ങൾക്ക് സാധിക്കുമോ അത്തരത്തിലൊക്കെ ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളെ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി പെയിന്റ് ആണല്ലോ സാർ ഉപയോഗിച്ചത്, ഞങ്ങൾക്ക് RCMന് പെയിന്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല പെയിന്റ് ആണല്ലോ ഉപയോഗിച്ചത്, ഇതിന് എത്ര രൂപയായി എന്ന് വെച്ചാൽ നമ്മൾ നല്ല പെയിന്റ് ആണെന്നുള്ളത് പറയുമ്പം ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമ്മൾ അദ്ദേഹത്തോട് പറയാണ്. സോ ഇംപ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അവരുമായിട്ട്. എപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ ഒരു വളരെ മോശമായ ഒരു ബെഡ്റൂമിനകത്ത് ഒരു റൂം പോയിട്ട് ഇങ്ങനെ കീറി പറഞ്ഞിരിക്കുന്ന ഒരു പെയിന്റ് നോക്കിയിട്ട് അടിപൊളി പെയിന്റ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്തത്, ഇത് എവിടുന്നാ വാങ്ങിച്ചതെന്ന് ചോദിക്കാൻ പാടില്ല ഇംപ്രസ് ചെയ്യാൻ. സത്യമായിട്ട് ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിൽ പറയാൻ പാടൂ. ബട്ട് ചാൻസ് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള, അദ്ദേഹത്തിന് പ്രശംസിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളോടൊരു അടുപ്പം അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. സോ എപ്പോഴും നമ്മൾ അത് ചെയ്യാം. അതേപോലെ തന്നെ കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഐ മീൻ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രം മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കുക. ഓൾവേസ് ചേഞ്ച് ദ കമ്മ്യൂണിക്കേഷൻ ആസ് പെർ ഹിസ് പ്രൊഫഷണൽ സ്റ്റാറ്റസ്. നമ്മൾ എല്ലാ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഇന്റൻഷൻ എന്താണ്, മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആൾക്കാരോടും ഒരേപോലെ ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പല ടൈപ്പുള്ള ആൾക്കാരെ കിട്ടും. ചില ആൾക്കാർ ബിസിനസ്മാൻ ആയിരിക്കും, ചില ആൾക്കാർ ജോലിയില്ലാതെ എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ചിലർ ടാക്സി ഡ്രൈവേഴ്സ് ആയിരിക്കും, ചിലർ ഡോക്ടർ ആയിരിക്കാം. പല കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടാവും. സോ ഓരോ ആൾക്കാരെടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം അവരോട് സംസാരിക്കാൻ. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പറയാം, നമുക്ക് നമ്മുടെ ന്യൂട്രീഷൻ സെഗ്മെന്റിനെ പറ്റി സംസാരിക്കാം. നമ്മൾ ഇപ്ക ലാബോറട്ടറീസിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളതിൽ ഉള്ളത്. കാരണം IPC എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് 10 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒന്നായതുകൊണ്ട് എല്ലാ ഡോക്ടർമാർക്കും ഇപ്ക ലാബോറട്ടറീസിനെ പറ്റി അറിയാം. സോ നമ്മൾ പറയേണ്ട നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർ ന്യൂട്രീഷന്റെ പ്രശ്നം കൊണ്ടുണ്ട്, അപ്പൊ നമുക്ക് ഇപ്ക ലാബോറട്ടറീസിൽ നിന്ന് കിട്ടുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ അടുത്തുള്ളത്. അത്തരത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇതുമായിട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരു ജോലി ഇല്ലാത്ത ഒരാളെടുത്താണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ ഇന്ന് പല ആൾക്കാരും എന്താ പറയാ, ഒരുപാട് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് കഴിഞ്ഞൊരു 6 മാസം കൊണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ 3 മാസം കൊണ്ടും വരെ
നമ്മുടെ RCMന്റെ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ വേണം നിങ്ങൾ എപ്പോഴും സംസാരിക്കാൻ. നിങ്ങൾ ടാക്സി ഡ്രൈവർ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറയേണ്ട കാര്യം, ഇന്ന് RCM ബിസിനസ്സിലെ മാസം ലക്ഷങ്ങൾ വാങ്ങുന്ന എമറാൾഡ് പിൻ അച്ചീവേഴ്സ് ഒക്കെ പണ്ട് സെക്യൂരിറ്റി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും, അതേപോലെ തന്നെ പണ്ട് ടൈലർ ജോബ് ചെയ്തിട്ടുള്ള ആൾക്കാരും, പണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷ ഓടിച്ച ആൾക്കാരൊക്കെയാണ് ഇന്ന് മാസങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നെന്നുള്ള കാര്യം നിങ്ങൾ ടാക്സി ഡ്രൈവർ പറയണം. കാരണം അവർക്ക് തോന്നാൻ പാടില്ല ഇത് എന്നെ കൊണ്ട് പറ്റാത്ത എന്തൊരു ബിസിനസിനെ പറ്റിയാണ് പറയുന്നത്. കാരണം ഓൾറെഡി ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാർ അത്തരത്തിലുള്ളതാണെന്നുള്ളൊരു ഡിസ്കഷൻ വരുന്ന സമയത്ത് അവർക്ക് എന്താവും, അതിന്റെ ഒരു കോൺഫിഡൻസ് വരും. അവരെടുത്ത് നമുക്ക് 10 വർഷത്തിന് ശേഷം നിങ്ങൾ ഡയമണ്ട് ആവും, നിങ്ങൾ കോടീശ്വരനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇംപ്രസ് ആവണമെന്നില്ല. അവർക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് കിട്ടാൻ അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇതെന്നുള്ള പോലെ നിങ്ങൾ എന്താക്കണം, അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. സോ ഓരോ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ കാറ്റഗറിനെ പറ്റിയിട്ടും ഏതൊക്കെയാണ് സംസാരിക്കേണ്ടത് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ചിന്തിക്കണം. ഓരോ ആൾക്കാർക്കും അവരുടെ വേവ് ലെങ്ത് മാച്ച് ആവുന്ന തരത്തിൽ വേണം നിങ്ങൾ ഡിസ്കഷൻ തുടങ്ങാൻ, അവരോട് സംസാരിച്ച് തുടങ്ങാൻ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ട് ഹീസ്. നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വലിയ പ്രൊഫൈലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ കൊടുക്കാറില്ല. ഒരു ഡോക്ടർമാരെടുത്തോ എഞ്ചിനീയർമാരെടുത്തോ അല്ലെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് പറയാം, മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പിന്നെ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഇത്തരത്തിലുള്ള പല ചിന്തകളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതുകൊണ്ട് പല ആൾക്കാരും എപ്പോഴും നമ്മൾ സെലക്റ്റഡ് കാറ്റഗറീസിൻ്റെ അടുത്ത് മാത്രമേ ഈ പ്ലാനും നമ്മൾ പറയാറുള്ളൂ. ബട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തി ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പൈസയുള്ള ആളാണോ, ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് എല്ലാവരും പ്രോസ്പെക്ട്സ് ആണ്. കാരണം നമ്മുടെ ഇടയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും മോശമായിട്ടുള്ള 3 തരമാണ് നമുക്ക് ഉണ്ടാവുക. എന്നുവെച്ചാൽ നമ്മൾ ഒരാളടുത്ത് പറയുമ്പോൾ ഒന്നെങ്കിൽ അയാൾ എന്തായിരിക്കും, ലിസണിങ് മോഡിലായിരിക്കും, ജസ്റ്റ് നമ്മൾ പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ടിരിക്കും, റെസ്പോണ്ട് ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറി നമുക്ക് ഉണ്ടാവാം. എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് മോഡായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിന് അനുസരിച്ചിട്ട് എന്താക്കും, എന്തെങ്കിലും 2 സെന്റൻസ് പറയുമ്പോഴേ അത് അങ്ങനെയല്ലോ, അത് ഇങ്ങനെയല്ലേ വരിക, ഇത് ഇങ്ങനെയൊന്നല്ലല്ലോ, അത് അങ്ങനെയല്ലേ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അങ്ങോട്ടേക്ക് കൗണ്ടർ ചെയ്ത് എന്ത് പറഞ്ഞാലും ഡിഫെൻസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിരിക്കും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റിജക്റ്റീവ് മോഡ്. നമ്മൾ പറയുന്നതൊക്കെ നല്ല ക്രൂളായിട്ട് കേട്ടുകൊണ്ടിരിക്കും, അവസാനം എത്ര നമ്മൾ കൺവിൻസ് ആക്കിയാലും അവസാനം എന്താ പറയുക, ഇതൊന്നും എനിക്ക് ശരിയാവില്ല, വേണ്ട. ഈ ഒരു 3 കാറ്റഗറിയെ നമുക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരാനുള്ളൂ. ഇതിൽ കൂടുതൽ ഒന്നും നമ്മുടെ ഇടയിൽ സംഭവിക്കാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. സോ ഈ 3 കാറ്റഗറി നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് എന്താ പ്രശ്നമുള്ളത്? ഇത് ആദ്യം നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് കൊലകൊമ്പന്റെ അടുത്തും നിങ്ങൾക്ക് ഇത് പറയാൻ പേടിക്കണ്ട. കാരണം അവസാനം സംഭവിക്കും ഈ 3 കാറ്റഗറിയിൽ ഏതും ഒന്നായിരിക്കും. ഈ 3 ആണെങ്കിൽ ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്, ഈ 3 ആണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. ബട്ട് നിങ്ങൾ നിങ്ങളുടെ ജോബ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പനെയും നിങ്ങൾക്ക് വീഴ്ത്താൻ സാധിക്കും. യു ലിസൺ ഫസ്റ്റ്. വേറൊരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് ഇപ്പം ഒരു ലീഡർ എടുത്ത് അവർ പറയാണ്, റൈസ് ആർസിഎമ്മിന്റെ തവിടിൽ നിന്ന് എണ്ണയൊന്നും കിട്ടൂല, അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതെന്ന് നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതാണ്, തവിടിൽ നിന്ന് എണ്ണ കിട്ടും നിങ്ങൾക്കറിയാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അല്ലല്ല അത് അങ്ങനെയൊന്നുമില്ല, സാറ് പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കും, ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അറിയാവുന്നൊരു കാര്യം, നമുക്ക് 100% കോൺഫിഡൻസ് ഉള്ളൊരു കാര്യം നമ്മുടെ അടുത്ത് ഒരാൾ റിജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്ത് സംസാരിക്കും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒപ്പോസ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. യു ലിസൺ ഫസ്റ്റ്. നിങ്ങൾ അവർ പറയുന്ന മുഴുവൻ 100% കേൾക്കുക, അക്സെപ്റ്റ് ഇറ്റ്. അവർ പറയുന്ന സാറ് പറഞ്ഞത് 100% ശരിയാണ് സർ, സാറ് പറഞ്ഞത് ശരിയാണ്. ഓൾവേസ് ടെൽ വൺസ് ഐ വാസ് ലൈക്ക് യു. സാറ് പറഞ്ഞ കാര്യം 100% ശരിയാണ്. കാരണം ഞാൻ പറയാനുള്ള കാരണം അവിടുന്ന് എണ്ണ കിട്ടാത്തതുകൊണ്ടല്ല, ഒരു കാലത്ത് ഞാനും സീനിയർ സാറെ വിചാരിച്ചത്. RCM ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് സാറ് പറഞ്ഞത് കറക്റ്റാ, അവിടുന്ന് എണ്ണ ഇട്ടില്ല സാറ് പറഞ്ഞില്ല, ഇതന്നെ ഞാനും മനസ്സിലായത്. സാറും ഞാനും ഒരേപോലെയാ, വരുന്ന സമയത്ത് ഞാനും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ബട്ട് ഇതിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫാക്ടറി പോയി ഒരുപാട് പേര് അതിൻ്റെ വീഡിയോസ് എടുത്ത് കാണിച്ചു തന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഇത് ഏറ്റവും വലിയ മാർക്കറ്റാണ്, പുറം രാജ്യങ്ങളിലേക്കൊക്കെ അയക്കുന്നുണ്ടെന്നും ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞത്. എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, സാറ് പറഞ്ഞത് ശരിയാ. ബട്ട് സാറ് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ പറയാനുള്ള കാരണം ഞാൻ തുടങ്ങിയ കാലത്ത് ഞാൻ റിജക്ട് ചെയ്ത പോലെ തന്നെയാണ് പറയുന്നത്. ഈ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ സാറിനും കാര്യം മനസ്സിലാവും എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ ടാക്ടിക്കലി വേണം നമ്മളിത് പറയാൻ. ഒരു തരത്തിൽ നമ്മൾ എന്താക്കാൻ പാടില്ല, പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് 100% അറിയും അയാൾ പറയുന്നത് അബദ്ധമാണ്, ഇങ്ങനെയൊന്നും അല്ല സംഭവം എന്ന് അറിയെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ നേരെ അയാളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് പറയാൻ പാടില്ല. നമ്മൾ പറയുന്നത് അക്സെപ്റ്റ്, എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറയും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പകുതി പണി, അയാളുടെ പകുതി ആ ഒരു പ്രശ്നം തീരും. ഞാൻ പറഞ്ഞ കാര്യം അക്സെപ്റ്റ് ചെയ്തു. ബട്ട് അതിന് ശേഷം പറയണത് എന്താണ്, ഞാനും ഇങ്ങനെ തന്നെയാണ് മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സർ,
മുമ്പ് ഞാനും കരുതിയിരുന്നത് ഇതേപോലെ തന്നെയാണ്. ബട്ട് ഈ സിസ്റ്റത്തിലേക്ക് വന്ന് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കിത് കാര്യങ്ങൾ മനസ്സിലായി. Then make sure he never find a benefit of yours but only for him. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നീഡ് എന്താണ്, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ആവശ്യം ഒരു എന്താ പറയുക, പൈസയുടെ ബുദ്ധിമുട്ടാണോ അദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റെക്കഗ്നേഷന്റെ ബുദ്ധിമുട്ടാണോ ഉള്ളത് എന്ന് വെച്ചാൽ ആൾക്കാർ നമ്മൾ പുള്ളിയുടെ പൈസയുണ്ട് പക്ഷെ എവിടെ നിന്ന് ഒരു ഫെയിം കിട്ടുന്നില്ല, നാലാൾ അറിയുന്നില്ല പുള്ളിനെ. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്കഷൻ നടത്തുന്നത്. ഈ ഡിസ്കഷന്റെ സമയത്ത് ഒരിക്കലും, കാരണം നമ്മളൊരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പോയിട്ട് മാർക്കറ്റിംഗ് പ്ലാന് പറയുമ്പോൾ 100% അദ്ദേഹത്തിന്റെ മനസ്സിൽ, ആ പ്രോസ്പെക്റ്റിന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക, ഇത് എനിക്ക് പറഞ്ഞു തരുന്നതിന്റെ പേരിൽ അയാൾക്ക് എന്തോ മെച്ചമുണ്ട്, ഇയാൾക്ക് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്നോട് ഇത് പറയുന്നതെന്നാണ് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും നമ്മളൊരു മാർക്കറ്റിംഗ് പ്ലാന് പറയുന്ന സമയത്ത് കേൾക്കുക, മനസ്സിൽ വിചാരിക്കുന്ന കാര്യം. സോ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അടുത്ത് നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള പോലെ നിങ്ങൾ ഒരു തരത്തിലുള്ള പോയിന്റും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 100% അവർക്ക് തന്നെയാണ്. ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, ജനസേവനം ആയിക്കോട്ടെ, വാട്ടർ ഇറ്റ് ഈസ്, ഇതിൽ നിന്ന് 100% ബെനിഫിറ്റ് അവർക്ക് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്കില്ല എന്നല്ല, നമ്മൾ ആ ഒരു കാര്യം ഒരു തരത്തിലും പറയാൻ പറ്റില്ല. എനിക്കിങ്ങനൊരു ഗുണം, എനിക്കും കൂടി ഒരു ഗുണം കിട്ടും സർ എന്നുള്ള പോലെ നമ്മൾ സംസാരിക്കരുത്. അദ്ദേഹത്തിന് തന്നെയാണെന്നുള്ള പോലെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഡിസ്കഷന് ശേഷം ഇതിന്റെ ഇടയ്ക്ക് ഓൾവേസ് മേക്ക് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഹീ ഈസ് ആൻഡ് വാട്ട് ഹീ നീഡ്സ്. അദ്ദേഹം, നമ്മൾ പറയുന്ന വ്യക്തി എന്താണെന്നും അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളതും ഈ ഒരു പ്രിലിമിനറി ഡിസ്കഷനിലൂടെ നിങ്ങൾ കണ്ടെത്തണം അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന്. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ്. നമ്മൾ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് ഷോയിങ് ദ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ ഇതിലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഡോണ്ട് ഷോ ദ കോമൺ പ്ലാൻ. എല്ലാ ആൾക്കാർക്കും ഒരേ പ്ലാന് കൊടുക്കാൻ പാടില്ല. കാരണം ഓരോ പല കാറ്റഗറി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല കാറ്റഗറി ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ജോലി ഇല്ലാത്തൊരു ഒരാൾ, അയാൾക്ക് എത്രയോ കാലങ്ങളായിട്ട് ജോലിയില്ല, അയാൾക്ക് ഇൻകം ഇല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും പ്ലാൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, സ്പോട്ട് ഇൻകം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാൻ വേണം നമ്മൾ കൊടുക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, RCMന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 2000 BVയുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നത് ഒരു ആനക്കാരിയല്ല. കാരണം RCMന്റെ ന്യൂട്രീഷൻ ഭാഗത്തുള്ള ന്യൂട്രിചാർജ് S5ഉം ന്യൂട്രിചാർജ് മെന്നും ന്യൂട്രിചാർജ് വുമണും, ഈ 3 സാധനങ്ങൾ ഒരു വീട്ടിലേക്ക്, ഒരു സ്ത്രീക്കും ഒരു പുരുഷനും, അവർക്ക് രണ്ടുപേർക്കും കൂടി യൂസ് ചെയ്യാൻ ഒരു ബോക്സ് ന്യൂട്രിചാർജ് S5ഉം നിർബന്ധമായിട്ട് ഒരു വീട്ടിൽ വാങ്ങിച്ചിരിക്കണം. അതിന് 100 കൂട്ടം കാര്യങ്ങൾ, തെളിവുകൾ ഇന്നത്തെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ ഇത് വിശ്വസിക്കാത്തവരോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാശ് ചെലവാക്കാൻ മടിക്കുന്നവരോ ആരും തന്നെ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് 2000 ബിസിനസ് വോളിയത്തിലെ ഒരു 500 BV നിങ്ങൾക്ക്, മിനിമം ഒരു 513 BV നിങ്ങൾക്ക് വെറും ന്യൂട്രിചാർജ് മെന്നോ വുമണോ വെച്ച് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവും. ബാക്കി ഒരു 1500 ബിസിനസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് നമ്മൾ മല്ലി, മുളക്, മഞ്ഞൾ, വട്ടവർ, നിങ്ങൾ RCMന്റെ ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുറത്ത് പോവാതെ, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാതെ സ്വന്തം വീട്ടിലേക്ക് ഒരാൾ സാധനം കൊണ്ടുവരും എന്നുള്ള ലെവലിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതും മാർക്കറ്റിൽ കിട്ടുന്ന അതിനേക്കാളും വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റിയിൽ കിട്ടുമെങ്കിൽ 100% ആൾക്കാർക്ക് ഒരു 2000 ബിസിനസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. സോ ജോലി ഇല്ലാത്ത ഒരാളടുത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന കാര്യമാണ് സെയിൽസ്. MRP DP ഡിഫറൻസിൽ കിട്ടുന്ന അവർക്കുള്ള ബെനിഫിറ്റ് വേണം നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി നമ്മൾ പറയണം. അതേപോലെ തന്നെ ഒരു 2000 BVയുടെ പ്രൊഡക്റ്റ് ഒരു 30 പേർക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു 30 ഫാമിലിക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ബിസിനസ് വോളിയം ഇൻകം മാത്രം ഏകദേശം 11,400 രൂപ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ MRP DP ഡിഫറൻസ് മിനിമം 12,000 രൂപ കിട്ടും. പ്ലസ് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 23,400 രൂപ, ഏകദേശം 25,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് വെറും ഒരു 30 വീടുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമ്മൾ സെലക്ട് ചെയ്ത ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിനും ചെറിയ വ്യത്യാസങ്ങൾ വരും. ബട്ട് ഒരു ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 തൊട്ട് 25,000 രൂപ വരെ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 30 ഫാമിലി ഈ കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം കിട്ടുമെന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തി, ഇത് വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് തോന്നും. കാരണം എന്നും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളായുണ്ട്. സോ ഒരു സ്പോട്ട് ഇൻകത്തിന്റെ കാര്യമായിരിക്കണം നിങ്ങൾ ജോബ്ലെസ് ആയിരിക്കുന്ന ആളെടുത്ത് പറയുമ്പോൾ. ഒരു ഡോക്ടർ, എഞ്ചിനീയർ, അത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി വേണം അവരുടെ അടുത്ത് പറയാൻ. കാരണം ഇവർക്കൊന്നും പൈസയുടെ കാര്യത്തിൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല ഇൻകം കിട്ടുന്നുണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് അവരുടെ പറയാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്ക ലബോറട്ടറീസ് എന്നാണ് പ്രൊഡക്റ്റുകളുടെ മേലൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഉപകരിക്കും. അതുകൂടാതെ അവരുടെ അടുത്ത് എപ്പോഴും പറയേണ്ട കാര്യം, സാറ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട്
സാറിന് ഈ കാശ് കിട്ടപ്പോഴാ സാറ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ കിട്ടൂ. നമ്മൾ സാർ ഇത്രയും കാലം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് സാർ ഇങ്ങനെ വർക്ക് ചെയ്താലും സാറിന്റെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താവില്ല, ഇത് ഈ ഇൻകം സാറിന് കിട്ടില്ല, അതോടുകൂടി നിൽക്കും. ബട്ട് ഞാനിപ്പോൾ സാറിനോട് പറയാൻ പോകുന്ന പ്ലാനിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻകം റിക്കറിംഗ് ആണ്. സാർ അടുത്ത ദിവസം അടുത്ത ജനറേഷന് സാറിന് കൊടുക്കാൻ പറ്റും. സാർ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ സാറ് നാളെ ഇല്ലാതെയായി കഴിഞ്ഞാലും സാറിന് ഇൻകം നിൽക്കാൻ പോകുന്നില്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത ഇതെല്ലാം അവർക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത്തരത്തിലുള്ള ആൾക്കാർ. കാരണം എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മളോട് സംസാരിക്കുക. അതുപോലെ ടൈം ഫ്രീഡം. പല ഡോക്ടർമാർക്കും പല എഞ്ചിനീയർമാർക്കും കാശ് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ അവർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടൂർ പോകാനോ ഒന്നും സമയം ഉണ്ടാവില്ല. സോ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, സാറ് നാളെ മറ്റന്നാളെ ഒരു ദിവസം ഈ സാറിന്റെ ഇപ്പോഴത്തെ പ്രൊഫഷൻ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും പിന്നീട് ഇതിന്റെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. സാറ് ഡെയിലി വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. സോ മാത്രമല്ല സാർ ഇത്രയും നല്ല ഹൈ പ്രൊഫൈൽ വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും സാറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടംപോലെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ പറ്റും. സുഖമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ഈ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ സാറിന് പറ്റും. സോ ഇത് ഓട്ടോമാറ്റിക്കലി സാറിന് ഏറ്റവും കൂടുതൽ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം സാർ ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഇതെന്നുള്ള പോലെ വേണം അവരോട് സംസാരിക്കാൻ. കാരണം അവരുടെ അടുത്ത് ഇൻകം വലിയ ലെവലിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ കൺവിൻസ് ആയെന്ന് വരില്ല. ഇത്തരത്തിൽ അവരില്ലാത്തപ്പോഴും കാശ് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നതായിരിക്കും അവർക്ക് അല്പം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. കുറച്ച് ഏജ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവരുടെ ഹെൽത്തിന്റെ കാര്യമാണ്. കാരണം ഏജ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവും, അവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസും അതേപോലെ തന്നെ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ മക്കളായിക്കോട്ടെ മക്കളായിക്കോട്ടെ, അവർക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാതിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് എപ്പോഴും വലിയ കാര്യമായിരിക്കും. അല്ലാതെ 10 വർഷം കഴിഞ്ഞാൽ സാറിന് ഡയമണ്ട് ആവാൻ സാധിക്കും RCMൽ നിന്ന് ഒരു 70 വയസ്സുകാരൻ്റെ അടുത്തോ 60 വയസ്സുകാരൻ്റെ അടുത്തോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഹെൽത്ത് നമ്മൾ മെയിനായിട്ട് പറയണം. അത് കൂടാതെ നമ്മുടെ സർവീസിന്റെ കാര്യം പറയണം. സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു നല്ല ഇൻകം ഉണ്ടാക്കുന്ന ഒരു ജോബ് സാറിന് സർവീസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് മാസം ഒരു വരുമാനം 25,000 രൂപ മാസ വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് ഒരുപാട് പേർക്ക് സാറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സാറിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ സാറിന് വലിയൊരു ഫെയിം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ ഇടയിൽ ഒരു മതിപ്പ് കിട്ടും. സാറിന് ഇത്രയും പേരുടെ ഇടയിൽ ആളുകളെ ഒരു വലിയ ഒരു ആരാധന പുരുഷനായി സാറ് മാറും എന്ന് പറയുന്ന കാര്യങ്ങൾ വേണം നമ്മൾ പറയാൻ. അവരെടുത്ത് നമ്മൾ പറഞ്ഞ 10 വർഷത്തിന് ശേഷം ഡയമണ്ട് ആവുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കുന്നതിന് കൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അവരൊക്കെ ടാക്കിൾ ചെയ്യാൻ. പ്രോസ്പെക്ട് ഷുഡ് റിലേറ്റ് വിത്ത് ദെയർ നെസസിറ്റി. അവരുടെ ആവശ്യങ്ങളുമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നണം. നമ്മൾ പറയുന്നത് ശരിയാണ്, ഇവർ പറയുന്ന കാര്യം കറക്റ്റാണ്, എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, ഈ ആവശ്യം 100% ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ആ ആവശ്യം, അത് ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ഫെയിം ആണെങ്കിലും പാസീവ് ഇൻകം ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ഇതിലൂടെ എനിക്ക് കിട്ടുമെന്ന് അവർ കൺവിൻസ് ആവുന്നിടത്താണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്ന സംഭവം വിജയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരാൾക്കൊരു EMI മാസം 10,000 രൂപ EMI ഉള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 10,000 rupees എല്ലാ മാസവും അടയ്ക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ 3 മാസം RCM ബിസിനസ്സിനകത്ത് കൃത്യമായ പ്ലാനോടുകൂടി, ഞാനിപ്പോൾ സാറിന് കൊടുക്കാൻ പോകുന്ന പ്ലാനോടുകൂടി സാർ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10,000 സാറിന്റെ EMI എല്ലാ മാസവും നമ്മുടെ കമ്പനി അടച്ചോളും. പിന്നെ സാറിന് അതിന്റെ തലവേദന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിനകത്ത് കൺവിൻസ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാരണം ഇത് ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു ടീം നമ്മൾ ബിൽഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും എൻ്റെ അടവ് അടഞ്ഞു പോവുമെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ചെയ്തുകൂടാന്ന് ആളുകൾ എല്ലാവരും ചിന്തിക്കും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകളെ എന്താ പറയുക കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ എപ്പോഴും എക്യുപ്ഡ് ആയിരിക്കണം. സോ ഒരേ പ്ലാൻ നിങ്ങൾ പറയാൻ പാടില്ല. ഒരു 2, 3, 4, 5 ടൈപ്പ് പ്ലാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. പറയാൻ പോകുന്ന വ്യക്തിയുടെ സ്റ്റേജ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ലെവൽ അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലാനിങ് കൊടുക്കാൻ. ഓൾവേസ് മെയിൻറ്റെയിൻ eye-to-eye കോൺടാക്ട്. നമ്മളെപ്പോഴും പ്ലാൻ കൊടുക്കുന്ന സമയത്ത് eye-to-eye കോൺടാക്ട് ഉണ്ടാവണം. കാരണം നമ്മൾ അദ്ദേഹത്തിന് മുഖത്ത് നോക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞതായിട്ട് അവർക്ക് തോന്നാം. അതേപോലെ തന്നെ അവർക്ക് ഇതിൽ നിന്ന് ശ്രദ്ധ പോകാനും ചാൻസ് ഉണ്ട്. സോ ഇൻ എവറി 2 to 3 minutes ആസ്ക് സം ക്വസ്റ്റ്യൻ ടു ടേക്ക് ദം ബാക്ക് ടു നമ്മുടെ പ്ലാൻ. നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ കൊടുക്കുന്നതിന് പകരം എപ്പോഴും ഓരോ 2-3 മിനിറ്റിനകത്ത് നമ്മളെ ഒരു സബ്ജക്റ്റ് ഒന്ന് മാറ്റി അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ തന്നെ അദ്ദേഹം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ഉണ്ട്. ഈവൻ ഇപ്പൊ ഞാനിപ്പോൾ ഈ സൂം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക, ഇപ്പൊ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് ഈ സമയം വരെ കൃത്യമായിട്ട് 100% അറ്റൻറ്റീവായിട്ട് കേട്ടിട്ടുള്ള വളരെ കുറച്ച് പേരെ ഉണ്ടാവും. കാരണം അത് അവരുടെ കുറ്റമല്ല, എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ 100% ഇത് കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർ, അത് ആളുകൾക്ക് പറ്റില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവോയ്ഡ് എക്സ്ട്രീം കാൽക്കുലേഷൻസ്. അവരുടെ മുമ്പിൽ വെച്ച് ഒരുപാട് ഭയങ്കര കാൽക്കുലേഷൻസ് കാണിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ
100% കറക്റ്റ് ആയിരിക്കണം. അവിടെ പോയിട്ട് ഇത് ഇങ്ങനെയല്ല വരിക, അങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാൽക്കുലേഷൻ ഡിഫറൻസ് നിങ്ങൾ വരിക എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം കാൽക്കുലേഷൻ ആയിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും നമ്മളെ കൊണ്ട് ശരിയാവില്ല, ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് അവർ വരും. സോ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ 100% നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ കാൽക്കുലേഷൻ വേണം നിങ്ങൾ അവർക്ക് കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അന്ന് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടന്ന സമയത്ത്, ഓഫേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാം നടന്ന സമയത്ത് സുജിത് സാർ പെട്ടെന്ന് ഇടയിൽ കയറിയിട്ട് പറഞ്ഞു, ഇത് തെറ്റാണല്ലോ ജെൻ സാർ, അത് തെറ്റാണ് കേട്ടോ, അതിന്റെ ഏറ്റവും കുറഞ്ഞ വോളിയം വരിക. ആ സ്ലാബുകൾ കാണിച്ചപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാട് കുടുങ്ങിപ്പോയി. വീണ്ടും എനിക്ക് അവിടെ നിന്ന് ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. ടോട്ടൽ ആ പ്രോഗ്രാമിന്റെ ചാമിങ് അവിടെ പോയി. കാരണം പകുതി ഒരുപാട് പേർക്ക് പിന്നീട് ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ ശരിയാണെന്ന് വന്ന് അവസാനം കാണിച്ചെങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഡൗട്ടായി പോയി, ഇത് ഇവർക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഇവർക്ക് പോലും കൃത്യമായിട്ട് ഉറപ്പില്ല ഇത് എങ്ങനെയാണോ എന്നുള്ളതെന്ന് വന്നുപോയി. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, അത് കൃത്യമായിട്ട് ആകെ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ സ്ലൈഡ് ആയതുകൊണ്ട് പുള്ളി അതും സുജിത് സാറ് പറയുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ നോക്കണം, അല്ലാതെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു പ്രശ്നം വന്നത്. സോ അത് ടോട്ടൽ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കിന്റെ ആ മൊത്തത്തിലുള്ള ഒരു ഫ്ലോ അങ്ങ് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്താക്കുക, എക്സ്ട്രീം കാൽക്കുലേഷൻസ് അവരെ മുമ്പ് നിന്ന് ഒഴിവാക്കുക. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുടെ വ്യക്തത നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. മെയിൻറ്റെയിൻ ഹിസ് കണക്ഷൻ വിത്ത് യു ബൈ എനി ടോപ്പിക്. എപ്പോഴും നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വെച്ചിട്ട് എപ്പോഴും അവർ നമ്മുടെ വീട്ടിൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. മേ ബി അവർക്ക് മാർക്കറ്റിംഗ് പ്ലാൻ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധം പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. സോ അവർക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ നേരത്തെ സംസാരിച്ചതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വെച്ചൊരു കണക്ഷൻ എപ്പോഴും നിങ്ങൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രാക്ടീസ് ദ പ്രോപ്പർ പ്ലാൻ പേപ്പർ പ്രസന്റേഷൻ. നമ്മൾ പേപ്പറിനകത്ത് പ്ലാൻ എഴുതി കൂട്ടി കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. നിങ്ങൾ ഒരിക്കലും, കാരണം പലപ്പോഴും ആൾക്കാർ തലകുത്തനെ വെച്ചിട്ടൊക്കെയാണ് പേപ്പറിൽ ഈ പ്ലാൻ പ്രസന്റേഷൻ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കാണാറ്. സോ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കല്ല, ആ കാണുന്ന വ്യക്തിക്കാണ് ഇത് മനസ്സിലാവേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. ഒരു വ്യക്തിയെ മുമ്പിലിരുത്തിയിട്ട് അത് പറഞ്ഞ് എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തി പറയണം, എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഈ സാധനം എനിക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആണെന്ന് ആ വ്യക്തിക്ക് കാണണം. കാരണം ഇത് നമുക്ക് മാത്രം, കാരണം നമ്മളെ ക്ലിയർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗകര്യത്തിനാണ് നമ്മൾ പ്ലാൻ എഴുതുക. ബട്ട് നമ്മൾ പ്ലാൻ എഴുതേണ്ടത് നമ്മുടെ സൗകര്യത്തിനല്ല, നമ്മുടെ കൂടെ ഇരുന്ന് ജോയിൻ ചെയ്യാൻ വന്ന വ്യക്തിയുടെ സൗകര്യത്തിന് എഴുതേണ്ടത്. സോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പേപ്പർ പ്രസന്റേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യണം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പണി തീരുന്നില്ല. പിന്നെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അയാൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, ഇത് കുഴപ്പമില്ല, ഈ സംഭവം കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങൾ നടക്കും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് ട്രൈ ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം. ഒരു സ്വപ്നം അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാനുള്ളത് എന്താണ് നമ്മൾ ചോദിച്ച് അതിനു വേണ്ടി എങ്ങനെയാണ് നമുക്കിത് ചെയ്യുക, ഈ ഒരു നമ്മുടെ പ്ലാന് ഉപകരിക്കുക എന്നുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. യു ഹാവ് ടു ആസ്ക് ഹിം അബൌട്ട് ഹിസ് ഡ്രീം. എന്താണ് അവരുടെ സ്വപ്നം എന്ന് നിങ്ങൾ ചോദിക്കണം. ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു കാറോ ഒരു ബൈക്കോ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഒരു അധിക വർഷം പല ആൾക്കാരും പറയുന്ന ഡ്രീം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും പറയാം. അല്ലാതെ വേറെ വലിയ എനിക്ക് രാജകൊട്ടാരത്തിൽ വേണമെന്നോ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നൊന്നും പറയാൻ ചാൻസ് കുറവാണ്. നോർമലി പറയുന്ന ഡ്രീം അതൊക്കെയായിരിക്കും. സോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താക്കണം, നേരത്തെ ഞാൻ പറഞ്ഞ സെയിം പ്ലാൻ എന്തായിരുന്നു, 2000 പേർക്ക് 30 പേര് 2000 രൂപയുടെ BVയുടെ പ്രൊഡക്റ്റ് 30 ഫാമിലിക്ക് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. അത് ആ 30 ഫാമിലി കൊടുക്കുന്നത് 2 പേര് നിങ്ങളുടെ എന്താ പറയുക ഒരു സൈഡിലും ഒരാള് നിങ്ങളുടെ വേറൊരു സൈഡിലും, നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലത്തെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലത്തെ സെയിം ഇതേ 60 എനിക്ക് തമിഴ് വന്നു അതിനെടുക്ക് ഈ 60,000 രൂപയുടെ ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 23,400 കൂടെ നിങ്ങൾക്കൊരു 10,000 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തതിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. സോ ടോട്ടൽ എത്ര കിട്ടി, 35,000 രൂപേന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഈ എമൗണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട്. ഈ ആവശ്യക്കാരായിട്ടുള്ള 2 പേരെ സാറിന്റെ ഒരു സൈഡിൽ സാറിന് കിട്ടുക, മറ്റേ സൈഡിൽ സാറിന് ഒരാളെയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സാറിന്റെ പണി തീർന്നു. ഇത്രയേ ഉള്ളൂ. സാർ ഈ ആവശ്യക്കാരൻ ആരാന്നുള്ള കാര്യം അവർക്ക് പോവാ, അവർക്ക് ഈ എമൗണ്ട് ഈ 25,000 രൂപ പെർ മാസം ഉണ്ടാക്കാനുള്ള ഒരു വഴി സാറ് പറഞ്ഞു കൊടുത്ത് അവരെ സാറിന് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ സാറിന് പണി കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി. കാരണം 33,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എത്ര ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ പോലും 10-35,000 രൂപേന്റെ മേലൊന്നും EMI സാധാരണഗതിയിൽ വരില്ല. വലിയ കൊട്ടാരം പോലുള്ള വീടൊന്നും വേണ്ടെങ്കിൽ
നമ്മൾ നോർമൽ ഒരു വീടിന് 10-35,000 രൂപ EMIക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം ലോണൊക്കെ സുഖമായിട്ട് പാസ്സാവും. സോ കൃത്യമായിട്ട് ആ 35,000 രൂപക്ക് സാറിന് ഹോം ലോൺ അടച്ചോണ്ട് പോകാൻ പറ്റും. അതിപ്പോൾ സാറിന് ബൈക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബാലൻസ് 7,000 രൂപ ബൈക്കിന് കൊടുത്ത് ബാലൻസ് എമൗണ്ട് സാറിന്റെ പാക്കറ്റിൽ ഇടാം. കാറാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 25,000 രൂപ കൊടുത്തിട്ട് ബാലൻസ് എമൗണ്ട് സാറിന്റെ പോക്കറ്റ് ഇടാം. സോ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഈ പ്ലാൻ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ എമൗണ്ട് ആണെന്ന് വെച്ചാലും എത്ര വലിയ സ്വപ്നമാണെങ്കിലും ഇതിന്റെ എണ്ണം കൂട്ടിയാൽ മതി. എ സൈഡിലും ബി സൈഡിലും ഇതിന്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുന്നതിനനുസരിച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ വീട്ടുകാർക്കും ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇൻക്ലൂഡിങ് ന്യൂട്രീഷൻ വിത്ത് ഡ്രസ് മെറ്റീരിയൽസ് നമ്മൾ RCM ബിസിനസ്സിലുണ്ട്. 100% നമുക്ക് അത്രയും പ്രൊഡക്റ്റുകൾ മാത്രമുള്ള സ്ഥിതിക്ക് ഇത് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമല്ല. നമുക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കാൻ പറ്റും, നമുക്ക് ഡയറക്റ്റ് ഡെലിവറി കൊടുക്കാൻ പറ്റും. സോ ഇത്രയും വലിയൊരു സാധ്യതയുള്ള സമയത്ത് കൃത്യമായി നമ്മുടെ പ്ലാനിന് വേണ്ടിയിട്ട് നമ്മുടെ എ സൈഡിലും ബി ലെഗിലും ഇത്തരത്തിലുള്ള 2-3 ആൾക്കാരെ മാത്രം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എത്ര വലിയ ഇൻകം ഉള്ള ആൾക്കാർക്കും എത്ര ഇൻകത്തിൽ എന്ത് വലിയ ഡ്രീം ഉണ്ടെങ്കിലും അത് സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാണോ ഇത് വിചാരിക്കുന്ന പോലെയല്ല. നേരത്തെ പറഞ്ഞ ആ കണക്ക് പ്രകാരം ഞാൻ കൺവിൻസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും 10 പേരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് വരും. ഇത് ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ആവും. ചില ആൾക്കാർക്ക് എന്താ പറയുക, ഫെയിം, അതേപോലെ തന്നെ വേൾഡ് ടൂർ, ഇതെല്ലാം നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. കമ്പനിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്താകും, നമുക്ക് ടൈം ഫ്രീഡം കിട്ടുന്ന സമയത്ത് ലോകത്ത് എവിടെ വേണമെങ്കിൽ ഇഷ്ടംപോലെ പൈസയും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം ഫ്രീഡം ഉണ്ട്. അത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമെങ്കിൽ സാറിന് എവിടെ വേണമെങ്കിൽ ലോകത്തിൽ സഞ്ചരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫെയിം, നമുക്ക് പല ആളുകൾക്കും കിട്ടുന്ന, ഇപ്പൊ നമുക്ക് നമ്മുടെ മൂർത്തി സാറ് വരുന്ന സമയത്ത്, അതേപോലെ തന്നെ സുരേന്ദ്ര ഭട്ട് സാറ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ടെക്നിക്കൽ അച്ചീവർ പോലും നമ്മളൊരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ വലിയ തോതിലുള്ള അപ്രീസിയേഷനും നമ്മൾ മാലയിട്ട് സ്വീകരിക്കലും അത്തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഫെയിം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഇൻഡസ്ട്രിയാണ് RCM ബിസിനസ് എന്നുള്ള കാര്യം നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേപോലെ ചില ആൾക്കാർക്ക് അവർക്കുള്ള ബോസിന്റെ ടെൻഷൻ, എനിക്ക് പണി ഒഴിവാക്കാൻ പറ്റുന്നില്ല, ബോസിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ഈ ഇതിനകത്ത് ബോസിന്റെ ആവശ്യമില്ല, സാറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സാറിന്റെ മാത്രം ബിസിനസ് ആണ്, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. സാലറി ഇഷ്യൂസ് നമുക്ക് വരില്ല, കാരണം കൃത്യമായിട്ട് നമുക്ക് ഇന്ന് വരെ ഒരു മാസം പോലും RCMന്റെ പൈസ പെൻഡിങ് വന്നിട്ടില്ല. സോ കൃത്യമായിട്ട് നമുക്ക് സാലറിയുടെ ഇഷ്യൂ വരുന്നില്ല. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% അത് മാറ്റാനുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. സ്ട്രെസ്, ഡിസീസ്, ഇതെല്ലാം മാറ്റാൻ ഒരു മനുഷ്യന്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവൻ മാറ്റാനുള്ള മുഴുവൻ പാക്കേജും ആരെടുത്തുണ്ട്, നമ്മളെ കയ്യിലുണ്ടെന്നുള്ള കാര്യം, ഒരു വിശ്വാസം നിങ്ങൾ എന്താക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഹെൽപ്പ് ഹിം ഔട്ട് ഫോർ ദ പ്രസന്റ് പ്രോബ്ലം. ഇപ്പൊ അവർക്കുള്ള പ്രശ്നം എന്താണെങ്കിലും ആ പ്രശ്നം തീർക്കാനുള്ള സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട്. അത് ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ഫെയിം ആണെങ്കിലും ടൈം ആണെങ്കിലും എല്ലാം നമ്മൾ RCM ബിസിനസ്സിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഷോ ഹിം ടെസ്റ്റിമോണിയൽസ് ഓഫ് അതേഴ്സ് ഓർ യുവേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, പല സെലിബ്രിറ്റീസ്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ തന്നെ പറയാം, എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഈ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ ഇത്രയും ലെവലിലേക്ക് കയറി വന്നു പറയാം. ഇനി നിങ്ങൾ അത്രയും വലിയ പിൻ ലെവലൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ മൂർത്തി സാറിന്റെ കാര്യം പറയാം, പുള്ളി പണ്ട് ഉണ്ടായിരുന്നത് എയർഫോഴ്സിലായിരുന്നു, അല്ലെങ്കിൽ ഗോകുമാർ സാറ് എയർഫോഴ്സിലായിരുന്നു, മാസം 10,000 രൂപയും 5,000 രൂപയും കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പം മാസം 5 ലക്ഷം രൂപ 6 ലക്ഷം കിട്ടുന്നുണ്ട്. രവി OP ശർമ്മ അടുത്ത ജനറേഷൻ ആയിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഫാദർ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 36-37 വയസ്സിലൊരു വ്യക്തി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 75 ലക്ഷം രൂപ വരെയാണ് പെർ മന്ത് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ടെസ്റ്റിമോണിയൽ നിങ്ങൾ പറയണം, ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്തുണ്ടെന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പൊ സുരേന്ദ്ര ഭട്ട് സാർ ഒരു കേബിൾ TV ഓപ്പറേറ്റർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വരുമാനം എത്രയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്കുള്ള ഇപ്പൊ അനിരുദ്ധൻ സാറ്, സുരേന്ദ്രൻ സാർ, ഇവരൊക്കെ എമറാൾഡ് പിൻ അച്ചീവേഴ്സ് ആണ്. ഗിരി സാറ് പട്ടാളത്തിൽ നിന്ന് വന്ന ആളാണ്. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർക്കും വളരെ ലോ ഗ്രേഡിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കടന്നു വന്ന് ഇന്ന് ലക്ഷക്കണക്കിന് വരുമാനത്തിലേക്ക്, നമ്മുടെ നാരായണേട്ടൻ കോഴിക്കോടുള്ള, ഇവരുടെയൊക്കെ പേര് നമുക്ക് പറയാം. ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്കൊരു വിശ്വാസം വേണ്ട, എന്ന് വെച്ചാൽ അവരുടെയൊക്കെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഇന്ന് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് അവർക്കുള്ളത്. അവരൊക്കെ RCMന്റെ എമറാൾഡുമാരാണ് ഇന്ന്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് പ്രിപ്പറേഷൻ. നമ്മൾ ഇത് ഡ്രീം വിഷ്വലൈസേഷൻ കൂടി കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ആള് നമ്മൾ പറയുന്നതിൽ കൺവിൻസ് ആയിട്ടുണ്ടാവും. കാരണം ഇതെല്ലാം നടക്കുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതൊന്ന് ഒരു ഐഡിയ എടുത്ത് നോക്കണം, ഇത് നടക്കും എന്നുള്ള കാര്യം അവർ നോക്കും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പത്തിന് ആ വ്യക്തിയോട് പറയണം. ആസ്ക് ഹിം ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഫ്രം ദെയർ ഇറ്റ്സെൽഫ് ഓഫ് എ ഗ്രൂപ്പ്. അവിടെ നിന്ന് തന്നെ അവരുടെ അടുത്ത് എന്താക്കുക, ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയാം. എങ്ങനത്തെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്? ദോസ് ഹു ബിലീവ്സ് ഇൻ യു. സാറിന് വിശ്വാസമുള്ള ഒരു 10 പേരുടെ പേര് സാറൊന്ന് എഴുതിക്കേ.
ഒരു സാറ് പറഞ്ഞ സാറിന് വിശ്വാസമുള്ള ഒരു 10 പേരുണ്ടാവില്ല. സാറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് എന്നെ വിശ്വാസമുള്ള ഇത്രയും പേരുണ്ടെന്ന് പറയുന്നത് ഒരു 10 പേരുടെ പേര് എഴുതാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 10 പേര് എഴുതും. കാരണം ഒരു 10 പേർക്ക് പോലും എന്നെ നമ്മൾ ചേർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ RCM ബിസിനസ് ചേർത്താൻ വേണ്ടിയിട്ട് എന്നല്ല പറയുന്നത്. നമ്മളെന്താ പറയുന്നത്, സാറിന് വിശ്വാസമുള്ള ഒരു 10 പേരുടെ പേര് സാർ എഴുതുമെന്ന് പറയാം. ഓട്ടോമാറ്റിക്കലി എന്താക്കും, ഒരു 10 പേരുടെ പേര് അവർ എഴുതും. കാരണം എന്നെ വിശ്വാസമുള്ള 10 പേര് പോലും ഇല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ദോസ് ഹു നീഡ്സ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സാറിന് ഇത്തരത്തിലുള്ള സാറിന്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ ആ വരുമാനം ശരിക്കും ഗുണം ചെയ്യുമെന്ന് സാറിന് തോന്നുന്ന, സാറിന് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പരിചയക്കാരുണ്ടാവും. അവരുടെ പേരും കൂടി 5 പേരുടെ പേര് എഴുതിക്കേ. അങ്ങനെ ഒരു 5 പേരുടെ പേര് കിട്ടി. സാറിന് വിശ്വാസമുള്ള, എന്നെ വിശ്വാസമുള്ള മാത്രമല്ല സാറിന് വിശ്വാസമുള്ള ഒരു 5 പേരുടെ പേര് എഴുതിക്കാൻ പറയാ. ഒരു 5 പേരുടെ പേര് വേറെ കിട്ടി. ദോസ് ഹു വാണ്ട് ടു ബിക്കം സക്സസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആവണമെന്ന് വിചാരിച്ച് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇരിപ്പിൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 10-15 ആൾക്കാരുടെ ലിസ്റ്റ് അവർക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പ്ലാൻ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഇത് ആരെടുത്ത് പോയി പറയണം എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആരെടുത്ത് പോയിട്ട് ഇത് പറയേണ്ടത്, എങ്ങനെ നമുക്ക് അടുത്ത ബിസിനസ് ലെവലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആരെടുത്ത് പറയണമെന്ന് അറിയാത്തതാണ്. നമ്മൾ അവിടെ വെച്ച് തന്നെ അവർക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റത്തെ ലിസ്റ്റ് പ്രിപ്പയർ ആയി. ഈ 15 പേര് അവർ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അവർക്ക് ഓൾറെഡി ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. അവർക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞതും അവരെ ഏറ്റവും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞതും ഇത്തരത്തിലുള്ള ബിസിനസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള 10, 15, 20 ആളുകളുടെ പേരാണ് അവിടെ വന്നിട്ടുള്ളത്. ഈ 20 പേരെടുത്ത് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയി. പലപ്പോഴും ആളുകൾക്കുള്ള പ്രശ്നം ഇതൊക്കെ കേട്ട് മോട്ടിവേറ്റ് ആയി പോയതിനു ശേഷവും ഇത് ആരോട് പറയണമെന്ന് അറിയില്ല എന്നുള്ളടുത്ത് ആൾക്കാർ സ്റ്റക്ക് ആവുന്നത്. ആ പ്രശ്നം നിങ്ങൾ അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ അതാണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഡു റിവേഴ്സ് ക്വസ്റ്റ്യൻ വിത്ത് ഹിം ആഫ്റ്റർ ലിസ്റ്റ് പ്രിപ്പറേഷൻ. നിങ്ങൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം 10-25 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ 10 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റിവേഴ്സ് ക്വസ്റ്റ്യനിങ് പുള്ളിയോട് ചോദിക്കണം. എന്ന് വെച്ചാൽ റിവേഴ്സ് ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇപ്പോൾ അവരുടെ അടുത്ത് പോയി പറയുന്ന സമയത്ത് അവർ പറയാണ് എനിക്ക് സമയമില്ല എന്ന് പറയണം, എനിക്ക് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ സാർ എന്ത് പറയും? ഇത് ചെയ്യാൻ ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു വ്യക്തി സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്താ പറയുക എന്ന് സാറ് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി വേറൊരു MLM ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല സാറിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള കുറച്ച് റിവേഴ്സ് ക്വസ്റ്റ്യനിങ് നിങ്ങൾ അങ്ങോട്ടേക്ക് അവരോട് ചോദിക്കണം. കാരണം നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം നിങ്ങളുടെ അടുത്തുണ്ട്. RCM ബിസിനസ് ചെയ്യാൻ പറ്റും സമയമില്ല എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക സമയത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണുള്ളത്. ഇതിന് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യേണ്ട. എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന, എല്ലാ മാസവും നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്ന് കുറച്ച് സാധനം മാത്രം ഒന്ന് മാറ്റി വാങ്ങിച്ചാൽ മതി. പുതുതായിട്ട് വേറൊന്നും വേണ്ട. ഇത്തരത്തിൽ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് സമയക്കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ ഓരോന്നും. കാരണം നമുക്കിപ്പോൾ 6 മണിയാകുമ്പോൾ കൊടുക്കണം, നമുക്ക് സമയമില്ല. സോ ഇത് നമുക്ക് കൃത്യമായിട്ട് ഇത് മറുപടി ഉണ്ട്. സോ അവരെടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ റിവേഴ്സ് ക്വസ്റ്റ്യനിങ് അപ്പം തന്നെ ചോദിക്കണം. അങ്ങനെ റിവേഴ്സ് ക്വസ്റ്റ്യനിങ് നിങ്ങൾ ചോദിക്കുന്നതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് വരുമെന്നുള്ള കാര്യത്തിൽ അവർ പ്രിപ്പയർ ആവും. പലപ്പോഴും നമ്മൾ പറഞ്ഞ പ്ലാനും കാര്യങ്ങളും കേട്ട് ഭയങ്കര ബൂസ്റ്റപ്പ് ആയിട്ട് അവർ പോയിട്ട് വേറൊരു വ്യക്തിനോട് ഇത് പറയുമ്പം അവരുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം, അയ്യ നിനക്ക് നാണം ഉണ്ടോ ഇത്ര MLM ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഞാൻ ഇത്ര പരിപാടിക്ക് പോയിട്ടുണ്ടെന്ന് അറിയോ എന്ന് അവർ പറയുന്ന സമയത്ത് ഇവർക്ക് മൊത്തത്തിൽ ഇവരുടെ ഗ്യാസ് പോകും. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഇതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളിത് പറയുമ്പോൾ നെഗറ്റീവ് റെസ്പോൺസ് ആണ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ അപ്പം തന്നെ ചെയ്യിക്കുകയാണ് ആ വ്യക്തിക്ക്. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് മനസ്സിലാവും, ഒരു ഉറപ്പ് വരും. യെസ് ശരിയാണ്, അന്ന് പറയുന്ന സമയത്ത് ഈ വ്യക്തി വേറൊരാടുത്ത് പറഞ്ഞു കൊടുക്കുമ്പം അവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവർക്ക് അറിയാം, ഇത് എന്നോട് നേരത്തെ പറഞ്ഞ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. അങ്ങനെ അവർക്കൊരു പുതിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആ ചോദ്യങ്ങളിലൂടെ അവർക്ക് ഉണ്ടാവില്ല. He will give some answer for objection handling. ഇതിന്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും, കാരണം ഇത്രയും നേരം കൃത്യമായിട്ട് കേട്ടു എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല എന്ന് പറയില്ല. ഉറപ്പായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കൺവിൻസിങ് ആയിട്ട് ഉത്തരം അവർ തന്നെ കണ്ടെത്തി പറയും. സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയും, വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെയ്താൽ പോരെ എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അവർ തന്നെ ഒരു ഉത്തരം അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ പിന്നീട് ആ ചോദ്യം നമ്മളോട് അവർ ചോദിക്കില്ല 100%. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് റിവേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഉത്തരങ്ങൾ അവരിങ്ങോട്ട് തരുമ്പോൾ പിന്നീട് അത്തരം ചോദ്യങ്ങൾ, എനിക്ക് സമയമില്ല എന്നുള്ള കാര്യം പിന്നീട് അവർ നമ്മളോട് പറയില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഓട്ടോമാറ്റിക്കലി അതിന്റെ ഉത്തരം അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെയ്താൽ പോരെ എന്നല്ലേ സാർ പറഞ്ഞത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തൊക്കെ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെ നമ്മളങ്ങ് വാർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനി കൂടുതലായിട്ട് RCM ബിസിനസ്സിന് അറിയുന്ന സമയത്ത് ഒരു തരത്തിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഒരു ബാക്ക്വേർഡ് തിരിച്ചു പോകേണ്ട ഒരു പ്രശ്നം വരില്ല. കാരണം എല്ലാ ഭാഗത്തു നിന്നും പുള്ളി എക്യുപ്ഡ് ആയി, എല്ലാ ആയുധങ്ങളും പുള്ളിയുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി
കൊടുക്കുകയാണ്. നൗ യു ആർ റെഡി വിത്ത് എ ഫുൾ പ്രൂഫ് പ്ലാൻ. ഇങ്ങനെ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾ ശരിയായ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുക. ഇതുവരെ നമ്മൾ ഫസ്റ്റിലായിരുന്നു ലാസ്റ്റ് വരെ ഈ പറഞ്ഞ പോലെ ഈ 5 പടി നമ്മൾ കൃത്യമായിട്ട് കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു മാർക്കറ്റിംഗ് പ്ലാന് കൊടുത്തു എന്ന് പറയുന്നത്. ഇപ്പം ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളുകളുടെ അടുത്ത് ഈ മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചില പോയിന്റുകളാണ്, സം ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദർ ആർ 3 types ഓഫ് ഇൻകം ഏണേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് ഇൻവെസ്റ്റിംഗ് ടൈം, എന്ന് വെച്ചാൽ ചില ആൾക്കാർ എന്താക്കുക, സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താക്കും, പൈസ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ നമ്മൾ ദിവസം ജോലിക്ക് പോകുന്ന ആൾക്കാർ, പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അവരുടെ സ്കില്ല് രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെ അല്ലെങ്കിൽ രാത്രി 8 മണി വരെയുള്ള ടൈമിൽ കൃത്യമായി എല്ലാ ദിവസവും ജോലി ചെയ്യുന്നതിന് അവർക്ക് എന്ത് കിട്ടുന്നു, ഒന്നെങ്കിൽ ആളുകൾ ഡോക്ടർമാർക്കാണെങ്കിൽ അവർ ഫീസായിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് സാലറി കിട്ടുന്നു. അതും അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനാണ് അവർക്ക് കാശ് കിട്ടുന്നത്. അവർ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ കിട്ടൂല. അങ്ങനെയാണ് അവിടെ. എന്ന് വെച്ചാൽ ഇൻകം കിട്ടുന്നതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ടൈമാണ്. രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ് മണി. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ധീരുഭായ് അംബാനി, മുകേഷ് അംബാനി, നമ്മളെ ഇവര് യൂസഫ് അലി, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യുന്നത്, കോടിക്കണക്കിന്, ലക്ഷ്മി മിത്തലൊക്കെ കോടിക്കണക്കിന് രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് അവരെന്താക്കുന്നു, ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഡബിൾ ആയിട്ടും ട്രിപ്പിൾ ആയിട്ടും അവർ തിരിച്ചു പിടിക്കുന്നു. സോ അങ്ങനെ എന്ന് വെച്ചാൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് 24 hours രാവിലെ 6 മണിയിൽ തൊട്ടിട്ട് രാത്രി 12 മണി വരെ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീം അവരെടുത്തുണ്ട്, അവർ വർക്ക് ചെയ്തോളൂ. സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാം. മൂന്നാമത്തെ കാറ്റഗറി മണി ആൻഡ് ടൈം. ചില ആൾക്കാർ ഒരുപാട് പൈസയും ചെലവാക്കും, സമയം ചെലവാക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ തോതിലുള്ള ബിസിനസ്സുകാരൊക്കെ, അവർക്കൊക്കെ ഒരു 10 ലക്ഷം രൂപക്കോ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയോ ചെലവാക്കുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഷോപ്പിൽ തന്നെ ഇരിക്കുന്നു. അത് ഒരു ദിവസം 24 hours ഒരു ഷോപ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും ചെയ്തതിന്റെ ബിസിനസ് കിട്ടും. ഇനിയിപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 മണിക്കൂറിന്റെ ബിസിനസ് അവർക്ക് കിട്ടുള്ളൂ. ഇത്തരത്തിൽ അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാം. ചെറിയ ചെറിയ ബിസിനസ്സുകാർ, അവർക്ക് സമയം സ്പെൻഡ് ചെയ്യണം, പൈസയും സ്പെൻഡ് ചെയ്യണം. പിന്നെ മറ്റൊരു കാറ്റഗറി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാറ്റഗറിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് ഇൻ ഓൾ ദീസ് ആക്ടിവിറ്റീസ് യു വിൽ ഏൺ ഓൺലി വെൻ യു ആർ ലൈവ് ഇൻ വർക്ക്. ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ പൈസ കിട്ടുന്നുള്ള സംഭവം ശരിയാണ്. ബട്ട് ഇതിലൊക്കെ പൈസ, നിങ്ങളടുത്ത് ഒരുപാട് പൈസ ഉണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നവരുണ്ടാവും. എനിക്ക് ജോബിൽ നിന്ന് പൈസ കിട്ടുന്ന ആൾക്കാർ, ഞാനൊരു പ്രൊഫഷണലാണ്, എനിക്ക് പൈസ കിട്ടുന്നുള്ള ആൾക്കാരുണ്ടാവും. ഇത്തരത്തിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ സാറാണെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സാർ എത്ര കാലം ലൈവായിട്ടുണ്ടോ, ജീവനോടെ ഉണ്ടോ, അത്രയും കാലം മാത്രമേ സാറിന് കാശ് കിട്ടുള്ളൂ. അതിപ്പോ നമ്മൾ ജോബിലുള്ള ആളാണെങ്കിലും ഓക്കെ, ഡോക്ടർ ആണെങ്കിലും ഓക്കെ, സാറ് ഡോക്ടർ എന്ന് വെച്ചിട്ട് സാറിന്റെ മകനും സാറിന്റെ അത്രയും എക്യുപ്ഡ് ആയിട്ടുള്ള അതേ ലെവലിൽ ഡോക്ടർ ആയി കഴിഞ്ഞാലേ സാറിന് കിട്ടുന്ന ഇൻകം ഉണ്ടാക്കാൻ പറ്റൂ. അത്രത്തോളം നല്ലൊരു ഡോക്ടർ അല്ല, അല്ലെങ്കിൽ ഡോക്ടറെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സാറ് വാങ്ങിച്ച ഇൻകം സാറിന് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സാറിന്റെ മകൻ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും സാറിന്റെ മകന്റെ മകൻ എന്താവുന്നുള്ള കാര്യം സാറിന് ഉറപ്പിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലമാണോ നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന കാലഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഈ പൈസ കിട്ടുള്ളൂ. ഒരിക്കലും നമ്മുടെ അടുത്ത ജനറേഷനിലൊക്കെ വരാൻ പോകുന്ന കാലത്ത് ഒരിക്കലും നല്ല സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ബിസിനസ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. ബട്ട് ടുഡേ ഐ ആം ഗോയിങ് ടു ടെൽ യു അബൌട്ട് വൺ പ്രൂവൺ ഏർണിംഗ് സിസ്റ്റം വിച്ച് മേ ബി ന്യൂ ഫോർ യു, ബട്ട് ഇൻ ദ ന്യൂ ഇറ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാൻ പോകുന്ന സിസ്റ്റം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം, ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും വർഷങ്ങളായിട്ട്, പണ്ട് ഇത് പുതിയ സിസ്റ്റം അല്ല, പണ്ട് തൊട്ടേയുള്ള സിസ്റ്റമാണ്, ബട്ട് വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരെ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്. ഇൻ വിച്ച് യു ഡോണ്ട് നീഡ് ടു ഇൻവെസ്റ്റ് മണി ഓർ ഇൻവെസ്റ്റ് ടൈം. ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് ഇതിനു വേണ്ടി പൈസയും നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പൈസയും വേണ്ട ടൈമും വേണ്ട എന്ന് പറയാനുള്ള കാരണം, RCM ബിസിനസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാനുള്ള സാധനം മാത്രമാണ്. നമ്മളൊരു കാർ വാഷിന് വേണ്ടിയിട്ടോ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ പൈസ ചിലവാക്കുന്നില്ല. ഡെയിലി ഏകദേശം 36,000 പ്രൊഡക്റ്റുകളാണ് ഇന്ന് RCM ബിസിനസ്സിനകത്തുള്ളത്. 36,000 പ്രൊഡക്റ്റ്. നമ്മളെ ഇന്നർവെയർ അടക്കം, ഉള്ളിലിടുന്ന അണ്ടർവെയർ അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കണ്ണിലിടുന്ന മസ്കാരയും അതേപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കും അടക്കമുള്ള എല്ലാ പ്രൊഡക്റ്റും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 36,345 പ്രൊഡക്റ്റ് നമുക്ക് RCM ബിസിനസ്സിനകത്ത് ഇന്ന്
ഇന്ന് ലിസ്റ്റഡ് ആണ്, നമുക്ക് എക്സൽ ഷീറ്റിനകത്ത് ലിസ്റ്റ് ഉണ്ട്, അത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. ഇത്രയും പ്രൊഡക്റ്റുകളുടെ ഇടയിൽ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയും ഇത്രയും പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് ഏകദേശം 99.99% നമുക്കൊരു മാസത്തേക്ക് ആവശ്യമുള്ള അരിയും ചപ്പാത്തി അടക്കം നമുക്ക് RCM കിട്ടും. സോ നമുക്ക് ഒരു സാധനം എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. എല്ലാ മാസവും ചിലവാക്കുന്ന കാശ് മാത്രമേ നമ്മൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ചിലവാക്കുന്നുള്ളൂ. സോ വി ആർ നോട്ട് സ്പെൻഡിങ് മണി. പിന്നെ RCM ബിസിനസ്സിനകത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടെന്ന് പറയാനുള്ള കാരണം, ഈ ബിസിനസ്സിനകത്ത് നമുക്ക് നമ്മൾ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് പോലും ഈ പറഞ്ഞ കാര്യം ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വാങ്ങാൻ വേണ്ടിയിട്ട് ആരെടുത്തും പറയാൻ വേണ്ടിയിട്ട് ഒരു ടൈമും നമുക്ക് ആവശ്യമില്ല. കാരണം ഇതൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അതിന് സയൻസോ കാര്യങ്ങളോ ആവശ്യമില്ലാത്ത 100 ഷർട്ട് പാൻറ് ഇതിനൊക്കെ എന്ത് സയൻസാണ് ഉള്ളത്? സയൻസേ ആവശ്യമില്ലാതെ ഏതൊരു വ്യക്തിക്കും ഇതിനു വേണ്ടി പ്രത്യേകം ടൈം മാറ്റി വെക്കാതെ ജോലിയുടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് RCM ബിസിനസ്. സോ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങളുടെ പൈസ സ്പെൻഡ് ചെയ്യേണ്ട, എന്നാൽ പോലും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു സിസ്റ്റമാണ് RCM ബിസിനസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൻഡ് ഓപ്പർച്യൂണിറ്റി വിച്ച് വിൽ ബ്രിങ് യു വെൽത്ത് ഇൻ യുവർ ആബ്സെൻസ് ഓൾസോ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ നാളെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇല്ലാത്ത കാലത്തും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ RCM സിസ്റ്റം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. വെൻ യു ഏൺ ഫ്രം യുവർ കറന്റ് ജോബ് വേർ യു ആർ സ്പെൻഡിങ് ദ മണി. നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻകം ഉണ്ട്. ഈ കിട്ടിയ ഇൻകം നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി കളയുന്നത്? ആ ഇൻകത്തെ പൈസയ്ക്ക് എവിടെയുള്ളത്? നിങ്ങൾ ഈ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ മാർക്കറ്റിലാണ്. നമ്മൾ അരി സാധനം വാങ്ങാനും ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടും മേക്കപ്പ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടും ഈവൻ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ പൈസ ചിലവാക്കുന്നത്. ഇതേ സെയിം മാർക്കറ്റ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതേ മാർക്കറ്റ് നിങ്ങൾക്ക് തിരിച്ച് കാശ് തരുന്ന ഒരു ബെസ്റ്റ് സിസ്റ്റമാണിത്. ഇതിനു വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഒന്നും ചിലവാക്കണ്ട. നിങ്ങൾ ഇതുവരെ എന്താണോ ഒരു മാസം ചിലവാക്കുന്നത് അത് മാത്രം നിങ്ങൾ ചിലവാക്കിയാൽ മതി. നിങ്ങൾ അതേ മാർക്കറ്റിലാണ് ചിലവാക്കുന്നത്, അതേ സാധനങ്ങൾക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. ബട്ട് ഇത്രയും കാലം ചിലവാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഇന്ന് നിങ്ങൾ ചിലവാക്കുന്ന സമയത്ത് എന്താണ്? അതേ മാർക്കറ്റിൽ നിങ്ങൾ ചിലവാക്കും, നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് പൈസ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് സുഹൃത്ത് അത് വേണ്ട എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് വളരെ ടാക്ടിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരോട് ചോദിക്കാൻ സാധിക്കും. When you buy some product from a normal shop, bill ₹2000, it is his business. നമ്മളൊരു സാധാരണ ഷോപ്പിൽ പോയിട്ട് 2000 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ആരുടെ ബിസിനസ്സാണ്? അത് ആ ഷോപ്പുകാരന്റെ ബിസിനസ്സാണ്. സാറിന് ഒരു ബിസിനസ് ആ സമയത്ത് നടന്നിട്ടില്ല. ആകെപ്പാട് ആ ഷോപ്പുകാരന് മാത്രമേ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ബട്ട് വെൻ യു ബൈ ദാറ്റ് 2000 പ്രൊഡക്റ്റ് ഫ്രം RCM ഷോപ്പ്, യു വിൽ റിസീവ് എ മെസ്സേജ് ദാറ്റ് യുവർ ബിസിനസ് ഇസ് 2000. എന്നാൽ അതേ 2000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ RCM നിന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങളുടെ ഇന്നത്തെ ബിസിനസ് 2000 എന്ന് വെച്ചാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപാരം നടക്കുമ്പോൾ അതിനെന്ത് കിട്ടും? നമുക്ക് അതിൽ ഇൻകം കിട്ടും. നിങ്ങൾ ഓരോ സാധനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോഴും നിങ്ങൾ നോക്കണം അത് ബിസിനസ് ആ കടക്കാരനെ മാത്രമാണ്. ബട്ട് RCMലൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ബിസിനസ് 2000 ആയിരുന്നു. സോ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് RCM നിങ്ങൾ മനസ്സിലാക്കുക. When you buy a product from normal shop, you can see same product in different price. നിങ്ങളൊരു സാധാരണ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുന്ന സമയത്ത് അതേ പ്രൊഡക്റ്റ് പല ഷോപ്പുകളിലും പല പ്രൈസ് നിങ്ങൾക്ക് കാണാം. ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പകുതി പൈസക്കോ 50% ഓഫർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നിങ്ങളത് കാണുന്ന സമയത്ത് അയ്യോ ഞാൻ അത് വാങ്ങിച്ചു പോയല്ലോ, വെറുതെ ഞാൻ 2 കിലോ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു ചായപ്പൊടി, ഇതിപ്പോ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നല്ലോ, പകുതി പൈസക്ക് ഇവിടെ രണ്ട് പാക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം അത് നിങ്ങൾ വാങ്ങിച്ച സാധനം ഒറിജിനൽ ആണോന്നോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നോ ഈ പറഞ്ഞ കെട്ടിവെച്ച സാധനത്തെ എക്സ്പയറി കഴിഞ്ഞതാണോന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അതിനകത്തുള്ള സ്റ്റിക്കറിന്റെ മാത്രം നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ, അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയില്ല. സോ ഇങ്ങനെ അവർ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പല തരത്തിൽ അവർക്ക് ഒരേ സാധനം കൊടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ബട്ട് RCMന്റെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? സെയിം ടൈം യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ് ഇൻ യൂണിവേഴ്സൽ പ്രൈസിംഗ് ഇൻ RCM ഷോപ്പ്. നിങ്ങളുടെ RCM ഷോപ്പിൽ നിങ്ങൾ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ എവിടെ പോയി നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂണിവേഴ്സൽ പ്രൈസിംഗ് നിങ്ങൾക്ക് സാധനം കിട്ടും. കാരണം ഒരേ സാധനം ഒരേ പ്രൊഡക്റ്റ് ഒരേ ഫാക്ടറിയിൽ നിന്ന് ഒരേ സ്ഥലത്തേക്ക് ഒരേപോലെ വരുന്നു എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും നഷ്ടം സംഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. ഓൾസോ ഗെറ്റ് ഗ്യാരണ്ടീഡ് ബെനിഫിറ്റ് ഓഫ് സ്പോട്ട് ഡിസ്കൗണ്ട്. നിങ്ങൾ RCMന്റെ മെമ്പർഷിപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 100% MRPയിൽ നിന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് 10 വർഷം ഒരേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും ഒരിക്കലും 1 രൂപ പോലും അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരില്ല. ബട്ട് RCM മെമ്പർ ആയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് MRPയിൽ നിന്ന് ഗ്യാരണ്ടി ആയിട്ട് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഏത് ഷോപ്പ് RCMന്റെ ഏത് ഷോപ്പിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 100% ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
100% ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള, അതും ഹെർബൽ, നാച്ചുറൽ ആൻഡ് 100% വെജിറ്റേറിയൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് ഹെർബലോ നാച്ചുറലോ അല്ലെങ്കിൽ വെജിറ്റേറിയനോ ആണെന്ന്. ബട്ട് RCMന്റെ ഗുണം എന്താ? 100% ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. യു വിൽ ഗെറ്റ് 100% ജെനുവിൻ ബിൽ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബില്ല്, നമുക്ക് പല സ്ഥലങ്ങളിലും സാധനം വാങ്ങുമ്പോൾ ഒരു പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞളും മുളകും വാങ്ങിച്ചാൽ ഒരു പേപ്പറിനകത്ത് എഴുതി തരുള്ളൂ, ഒരിക്കലും ബില്ല് കിട്ടില്ല. ബട്ട് ഇതിന്റെ ഗുണം എന്താണ്? നിങ്ങൾക്ക് RCMന്റെ സാധനമാണോ കിട്ടുന്നത്, തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബില്ല് കിട്ടിയിരിക്കും. ഈവൻ ഒരു ഡിസ്പ്ലേ വാളിൽ നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് പോലും എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ബില്ല് അടിച്ച് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. യു വിൽ ഗെറ്റ് ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഇതൊന്നും കൂടാതെ തന്നെ ഈ ബിസിനസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും കമ്പനിയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നതിന്റെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടുന്നത് പോലെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു. സോ ഇത്രയും ബെനിഫിറ്റുകൾ നിങ്ങൾക്കുണ്ട്. ഇത് കൂടാതെ ഓഫ് കോഴ്സ് യു ഹാവ് 100% ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഫ്രീ ഗുഡ്സ് ആഫ്റ്റർ 6 months റെഗുലർ പർച്ചേസ് അപ് ടു ഡബിൾ ഓഫ് യുവർ ആവറേജ് പർച്ചേസ്. നിങ്ങൾ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ ചാൻസ് ഇതിനകത്ത് 100% ഞാൻ പറയില്ല, കാരണം ഈ ഓഫർ ഇപ്പോൾ ഈ മാസം തീരും, അടുത്ത മാസം. കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഇതുവരെ എല്ലാ മാസവും ഓഫർ ഉണ്ടായിരുന്നു. അടുത്ത മാസം ഓഫർ കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് 100% എന്തായാലും ഇത് എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റൂ. ബട്ട് ഇപ്പം ഇന്ന് ജൂൺ മാസം വരെ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ഇരട്ടി പൈസക്ക് ഫ്രീ ഗുഡ്സ് നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ വരെ ഈ RCM ബിസിനസ്സിനകത്തുണ്ട്. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം ഇതൊന്നും ലോകത്തുള്ള മറ്റൊരു കമ്പനിയിലും ഈ എന്തൊക്കെ സാധനം വാങ്ങിച്ചാലും ആർക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും ഒരിക്കലും വേറൊരാൾക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ വാങ്ങുന്ന 6 മാസം നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ ആവറേജ് എത്രയാണോ അതിന്റെ ഇരട്ടി രൂപക്ക് സാധനം തിരിച്ച് കിട്ടാനുള്ള ഒരു വകുപ്പ് കൂടി ഉള്ള ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റം എന്നുള്ള കാര്യം നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏതൊരു വ്യക്തി എന്താവും 100% കൺവിൻസ് ആവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മേക്ക് എൻ ഐഡിയ അബൌട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാനിൽ നമ്മളിപ്പോഴും പറയുന്ന കാര്യമാണ്. മാർക്കറ്റിംഗ് പ്ലാനിൽ പ്രോഫിറ്റ് ഓഫ് മിഡിൽ മാൻ, നമുക്ക് ഈ ഇടനിലക്കാർക്ക് എത്രത്തോളം പ്രോഫിറ്റുകൾ പോകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓൾമോസ്റ്റ് ഇടനിലക്കാർ മീൻസ് നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റോക്കിസ്റ്റ്, CNF ഏജൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ അഡ്വർടൈസിംഗ് ഏജൻസിയുടെയും എത്രത്തോളം പോകുന്നുണ്ടുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഓൾമോസ്റ്റ് 40 lakhs crore ഈസ് ദ ടോട്ടൽ ടേൺ ഓവർ ഓഫ് ട്രഡീഷണൽ മാർക്കറ്റ്. നിങ്ങൾ വേറൊരു കാര്യം, 40 ലക്ഷം കോടിയാണ് നമ്മുടെ സാധാരണ നോർമൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് സൂപ്പർ മാർക്കറ്റിലോ പലചരക്ക് കടയിലോ പോയി നിങ്ങൾ സാധനം വാങ്ങുന്ന സമയത്ത് അതിന്റെ ടോട്ടൽ മാർക്കറ്റ് ഏകദേശം 40 ലക്ഷം കോടി രൂപയാണ്. ITC ഈസ് മോർ ദാൻ 40,000 crore. അതിൽ 40 ലക്ഷം കോടിയിലെ ITC എന്ന് പറഞ്ഞ ഒറ്റ കമ്പനി മാത്രം 40,000 കോടിയുടെ കമ്പനിയാണ്. അത്രയും ടേൺ ഓവർ അവർ നടത്തുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് അത്രയും ടേൺ ഓവർ നടത്തുന്നത്. ആൻഡ് ദേ നെവർ റിട്ടേൺ എനി മണി ഫോർ റെഗുലർ യൂസേജ്. നിങ്ങൾ കൃത്യമായിട്ട് ITCയുടെ നമ്മുടെ ആശീർവാദ് ആട്ട വാങ്ങിക്കുന്നതിനോ മാഗിയുടെ നൂഡിൽസ് വാങ്ങിക്കുന്നതിനോ യപ്പി നൂഡിൽസ് വാങ്ങുന്നതിനോ എത്രയോ വർഷങ്ങളായി നിങ്ങൾ വാങ്ങിച്ചിട്ടും ഇന്ന് വരെ ITCക്കാർ നിങ്ങൾക്ക് 1 രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല. എല്ലാ മാസവും ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടുന്ന നമ്മൾ വാങ്ങിക്കാൻ നല്ല, നമ്മൾ ആ പൈസക്ക് വാങ്ങാൻ നല്ലതാണ്ട് ഇന്ന് വരെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ്. അവർ 40,000 കോടിയുടെ ബെനിഫിറ്റിലേക്ക് അത്രയും ഗ്രോത്തിലേക്ക് പോയെങ്കിലും നിങ്ങൾക്ക് 5 പൈസയുടെ ഗ്രോത്ത് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കാര്യം പറയണം. നിങ്ങൾ ഇത്തരത്തിലുള്ള ITC പോലുള്ള MNC കമ്പനികൾ ഉപയോഗിക്കുന്ന സമയത്ത് 17% ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനും 33% ഇന്റർനാഷണൽ ഷെയർസിലേക്ക്, എന്ന് വെച്ചാൽ 50% പുറം രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന്റെ 50% പോകുന്നത് ഔട്ട്സൈഡ് ഇന്ത്യക്കാണ് പോകുന്നത്. ഇന്ത്യക്ക് ആകപ്പാടെ കിട്ടുന്നത് 50% മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. സോ ഒരു ഉപ്പ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും അത് ഇന്ത്യൻ ഉപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അതിന്റെ പ്രോഫിറ്റ് ഇന്ത്യക്ക് കിട്ടും. നിങ്ങൾ വാങ്ങുന്നത് ഒരു MNC പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉപ്പ് വാങ്ങിക്കുന്നത് 10 രൂപക്കാണെങ്കിലും 15 രൂപക്കാണെങ്കിലും 5 രൂപ പുറം രാജ്യത്തേക്കും 5 രൂപ നമുക്കും എന്നുള്ള ലെവലിലാണ് കിട്ടുന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. When 10% of the traditional marketing converted into direct selling, the total turnover will be 4 lakh crore and beneficiary will be you, not any middleman. നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഗ്രോത്ത് എന്ന് വെച്ചാൽ ഇന്ന് എല്ലാ ആൾക്കാരും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ RCM എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വരാൻ പോകുന്ന കാലത്ത് ഇതിന്റെ ഒരു പെർസെൻറ്റേജ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് വരുമ്പം ഈ ടോട്ടൽ ട്രഡീഷണൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞു 40 ലക്ഷം കോടിയാന്ന് പറഞ്ഞു. ഈ 40 ലക്ഷം കോടിയുടെ ഒരു 10% വരാൻ പോകുന്ന 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ എത്ര വർഷം കൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരു 10% ഇത് കവർ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും കവർ ചെയ്യും. കാരണം എല്ലാ അമേരിക്ക, ചൈന, സിംഗപ്പൂർ ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും 55% വരെ കവർ ചെയ്തിട്ടുണ്ട്.
ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇന്ത്യയിലും ഇത്തരത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ 50-55% വരെ വരും. സോ ആ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 0.5% നിന്ന് ഇതൊരു 10% ആവുന്ന സമയത്ത് ടോട്ടൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കോടിയായിരിക്കും വരിക. എന്നുവെച്ചാൽ ഈ 4 ലക്ഷം കോടി എന്ന് പറയുമ്പം ഈ 4 ലക്ഷം കോടിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആർക്കാ പോകുന്നത്? ഇപ്പം ട്രഡീഷണൽ മാർക്കറ്റ് 40 ലക്ഷം കോടിയായ സമയത്ത് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ? ബെനിഫിറ്റ് കിട്ടിയതൊക്കെ ഇതിനുമായിട്ട് ഈ മിഡിൽ മാൻസിനാണ് കിട്ടിയത്. C&F ഏജൻസിക്കും നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർക്കും അഡ്വർടൈസ്മെന്റ് ഏജൻസിക്കും റീറ്റെയിൽ ഷോപ്പുകാർക്കും ഒക്കെ ഇതിന്റെ ബെനിഫിറ്റ് പോയത്. നമുക്കൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് പ്രൊഡക്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബട്ട് ഈ ഒരു ഇൻഡസ്ട്രി ഒരു 10% വരുന്ന സമയത്ത് അത് ഏത് കാലഘട്ടത്തിൽ വന്നാലും, സാർ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ 10% വരുന്നെങ്കിൽ പോലും ഈ 40 ലക്ഷം കോടിയുടെയും ബെനിഫിറ്റ് മുഴുവൻ കിട്ടാൻ പോകുന്ന ആർക്കാണ്? 4 ലക്ഷം കോടിയുടെയും ബെനിഫിറ്റ് ആർക്കാ കിട്ടുക? 100% ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് നമുക്ക് തന്നെയാണ്. സോ വരാൻ പോകുന്ന കാലത്ത് സാർ ഇന്നൊരു ജോയിനിങ് എടുത്തു കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രി ആ ഒരു ഗ്രോത്തിലേക്ക് പോകുന്നെങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു വരുമാനം സാറിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടും വേണ്ടെന്നവരോട് പറയാം. അത് കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഏകദേശം 40% ഫുഡ് ഐറ്റംസും അഡൾട്രേറ്റഡ് ആണെന്നുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ഇത് തന്നെ കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും പറയാം. ITCയുടെ ആശീർവാദ് ഏകദേശം എത്ര കോടി രൂപയാണ്? 4000 കോടി രൂപ, 40 ലക്ഷം കോടി ടോട്ടൽ ടേൺ ഓവർ ചെയ്യുന്നത്, 40,000 കോടി ടോട്ടൽ ടേൺ ഓവർ ചെയ്യുന്ന ITCയുടെ ആശീർവാദ് ആട്ട മാത്രം ചെയ്യുന്നുണ്ട് 4000 കോടി. എന്ന് വെച്ചാൽ 10% ITCയുടെ സെയിലും വരുന്നത് ഒറ്റ പ്രൊഡക്റ്റാണ്. ആശീർവാദിന്റെ ആട്ട എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിനാണ് കിട്ടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇത് ഹയർ ദാൻ ഗ്രേറ്റ് ഡിപ്രഷൻ, നമ്മുടെ ഇത് ജോലി സാധ്യത, എത്രയോ ആളുകൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒരു ഗ്രേറ്റ് ഡിപ്രഷനിലേക്കാണ്. 32.1% 2020 ഉണ്ടായിരുന്ന നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇപ്പൊ അത് ഏകദേശം 40 കോടിക്ക് മേലെ ആൾക്കാർക്ക് ഇന്ത്യയിൽ ജോലിയില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ജോലി കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സാറിന് മുമ്പിലേക്ക് നമ്മൾ വെക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കുക. ഇത് നമ്മൾ പറയുന്നില്ല, ഇതൊക്കെ ആര് പറയുന്നതാണ്? ഇത് ഗവൺമെന്റും കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓൾവേസ് ഷോ വീഡിയോസ് ആൻഡ് ന്യൂസ് പേപ്പർ കട്ട്സ് ഓഫ് അഡൾട്രേറ്റഡ് പ്രൊഡക്ട്സ് റെയ്ഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഒഫീഷ്യൽസ്. നമ്മളെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ കത്തിച്ച് കളയുന്നതൊക്കെ ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തൊക്കെ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് കട്ടിങ്സ് വീഡിയോസ് ഒക്കെ വെബിൽ അവൈലബിൾ ആണ്. അതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇന്ത്യസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 27.22 ആയിരുന്നു. അത് 40 കോടി ആൾക്കാർക്ക് ഏകദേശം ജോലിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഫോക്കസ് ഓൺ 3 ഗുഡ് ഇന്റൻഷൻ. നമ്മുടെ RCMന് മാത്രം എടുത്തു പറയാൻ പറ്റുന്ന 3 ഇന്റൻഷൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ബിൽഡ് എ ന്യൂ ഇന്ത്യ, ക്രിയേറ്റ് എ ഹെൽത്തി ഇന്ത്യ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. കാരണം മറ്റൊരു കമ്പനിക്ക് 100% ഇന്ത്യൻ കമ്പനിയാണെന്ന് പറയാൻ പറ്റില്ല. RCMന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം നമുക്ക് ഈവൻ റോ മെറ്റീരിയൽസ് പോലും നമ്മളെ RCMന്റെ സ്വന്തമായിട്ടുള്ള ഫാക്ടറിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഒരു സാധനം പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് ഇവിടുന്ന് അസംബിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ 100% ഇന്ത്യൻ പ്രൊഡക്റ്റുകളെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ടീം. ഒരു ടീമിന് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ടീം ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും, പാസീവ് ഇൻകം കിട്ടും, ടൈം ആൻഡ് ഫിനാൻസ് ഫ്രീഡം നെക്സ്റ്റ് ജനറേഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് റിട്ടയർ ആവാൻ പറ്റും. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്ക് ഏത് ജോലി ചെയ്യുന്ന സമയത്തും ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ ആ ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിട്ടയർമെന്റ് വാങ്ങിച്ചേ പറ്റൂ. ബട്ട് RCM ബിസിനസിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് 120 വയസ്സ് വരെ ആയുസുണ്ടെങ്കിൽ 120ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? RCM ബിസിനസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു 5 വർഷം RCM ബിസിനസ് ചെയ്തിട്ട് 5 വർഷത്തിന് ശേഷം റിട്ടയർ ആവണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. 5 വർഷം RCM ബിസിനസ് നോക്കൂ, കൃത്യമായിട്ട് വർക്ക് ചെയ്യൂ, കൃത്യമായ പ്ലാൻ കൊടുക്കൂ, കൃത്യമായ കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് മാസ വരുമാനം 5 ലക്ഷമോ 10 ലക്ഷമോ നിങ്ങൾക്ക് എത്ര വരുമാനം വേണ്ട വെച്ചാൽ ആ വരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കൂ. നിങ്ങൾ റിട്ടയർ ആയിക്കോളൂ. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ടീം നോക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ജനറേഷന് കൊടുത്തോളൂ. നിങ്ങൾ ചെയ്യുന്നില്ല, അത് വാട്ടെവർ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും 5 വർഷം കൊണ്ട് റിട്ടയർ ആണെങ്കിലും 50 വർഷത്തിന് ശേഷവും ജോലി ചെയ്യണമെങ്കിലും ഇന്ന് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ലോകത്തുള്ള, ഇന്ത്യയിലല്ല ലോകത്തുള്ള ഒരേ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അത് RCM ബിസിനസ് മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾ പറയുന്ന ഒരു പ്രോസ്പെക്റ്റും വേണ്ട എന്ന് പറയില്ല. എല്ലാ ആൾക്കാരും സുഖമായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമായിരുന്നു, ബട്ട് നമുക്കിപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, സോ ഇപ്പം MBA ഇൻ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സെഷനാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ എടുത്തു തന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതായിട്ട് എല്ലാവരും, ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത മുഴുവൻ ആൾക്കാരും കിട്ടിയതായിട്ട് എല്ലാവരും ചിന്തിക്കുക. സോ ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്കറിയാം ഇപ്പൊ ഏകദേശം
ഇപ്പോൾ 750 പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 25,000 പ്രൊഡക്റ്റോളം നമുക്ക് ഏകദേശം നമ്മൾ വന്നു കഴിഞ്ഞു. 25,000 എന്നുള്ള മാറി ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം നമ്മളെ മൂർത്തി സാറ് അയച്ച എക്സൽ ഷീറ്റ് പ്രകാരം ഓൾമോസ്റ്റ് 6,000 മേലെ പ്രൊഡക്റ്റുകൾ ഇന്ന് RCM ബിസിനസ്സിൽ അവൈലബിൾ ആണ്. 36,000 മേലെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ RCM ബിസിനസ്സിൽ ഇന്ന് അവൈലബിൾ ആണ്. സോ വരാൻ പോകുന്ന ഒരു 5 വർഷം കൊണ്ട് 2025 ആകുമ്പോഴേക്കും കമ്പനി വലിയ പ്ലാനാണ് വെച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ നമ്മുടെ ഡിസ്പ്ലേ വാളുകൾ, ഇഷ്ടംപോലെ പിക്കപ്പ് സെന്ററുകൾ, ഏകദേശം 50,000 മേലെ പുതിയ പ്രൊഡക്റ്റുകൾ, ഇഷ്ടംപോലെ പുതിയ കമ്പനി, ഇന്റർനാഷണൽ ക്വാളിറ്റി കമ്പനികളുമായിട്ട് ടൈപ്പ്. സോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് കമ്പനി. സോ 5 വർഷത്തിന്റെ ഉള്ളിൽ ഇതാണ് പ്ലാനെങ്കിൽ 2035 ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2035 ഒക്കെ ആകുമ്പോഴേക്കും എത്രത്തോളം ആയിരിക്കും നമ്മുടെ ഈ ഒരു ബിസിനസ് മാർക്കറ്റ് ഷെയർ പിടിക്കാൻ പോകുന്നതെന്നും, ഇന്ന് ബിസിനസ്സിനകത്ത് നിന്ന് ആ കാലഘട്ടം വരെ പിടിച്ചു നിന്ന് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ആയിരിക്കും ഇൻകം ഉണ്ടാവുക എന്നുള്ളതും സത്യം പറയാൻ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം RCM ബിസിനസിന്റെ പവർ എന്താണെന്നുള്ളത് ഈ സിസ്റ്റത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയൂ. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ടീമിലായിക്കോട്ടെ കമ്പനിയിലായിക്കോട്ടെ, ഇന്ന് ഉണ്ടെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു 5 വർഷത്തിന് ശേഷം ആർക്കും ശബ്ദിക്കാൻ പോലും സാധിക്കില്ല. കാരണം ആ ടൈമിൽ അത്രയും അധികം ആൾക്കാർ വലിയ എമൗണ്ട്, നിങ്ങൾ ചിന്തിക്കാത്ത അത്രയും എമൗണ്ടുകൾ ഇൻകം ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ആ ഒരു കാലഘട്ടം വരുന്നത് വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ തുടക്കക്കാർക്ക്, ഞാനും നിങ്ങളും പോലുള്ള തുടക്കക്കാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സോ 100% അതിന് വേണ്ടി എന്താക്കുക, മാക്സിമം എഡ്യൂക്കേഷൻ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക. തുടക്കത്തിൽ ഏത് കുട്ടിയെ പിച്ച വെച്ച് നടന്നതിന് ശേഷം മാത്രമേ ഓടാനും നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. സോ ഇന്ന് പിച്ച വെച്ച് കഴിഞ്ഞാൽ നാളെ തീർച്ചയായും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, വിടാതിരിക്കുക. നിങ്ങൾ വിടാതെ ഇതിനു വേണ്ടിയിട്ട്, കാരണം ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഇന്നൊരു മാസത്തെ ശമ്പളമോ അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻകമോ ആയിരിക്കരുത് നിങ്ങളുടെ പ്ലാൻ. RCM ബിസിനസിന്റെ വളർച്ച നിങ്ങൾ ചിന്തിക്കാത്ത ലെവലിലാണ് പോകുന്നത്. ആ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാവുന്ന എല്ലാ സ്ട്രഗിളുകളും നിങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുക. തീർച്ചയായും വലിയ വിജയങ്ങൾ നിങ്ങൾ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഞാൻ പിൻവലിയാണ്. അഗൈൻ ഞാൻ നമ്മുടെ വിനോദേട്ടനെ വിളിക്കണോ, ഫൈസൽ സാറിനെ വിളിക്കണോ, ഷറഫ് സാറിനെ വിളിക്കണം, ആരാണെങ്കിലും ആ സെഷൻ ഞാൻ തിരിച്ച് കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. കുറച്ചെങ്കിലും ആൾക്കാർക്ക്